മോർണിംഗ് ലിമോ ബാങ്ക്. Yes, what you want? ഇപ്പൊ തന്നെ വിഡ്രോ ചെയ്യാലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യെസ് മാം. ഇവിടെ ഈ ഗോൾഡ് ലോൺ വെക്കുന്നതിന്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാ? ID പ്രൂഫ് വേണം, ഒരു ഫോം ഫില്ല് ചെയ്യണം. എത്ര രൂപയ്ക്കാ മാഡം? ഒരു 1.5 ലക്ഷം രൂപയ്ക്ക്. ദി പേപ്പേഴ്സ് വിൽ ബി റെഡി ഇൻ 10 minutes. ഞാൻ ശരിയാക്കി തരാൻ സാർ. ഓക്കെ സാർ, എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞല്ലോ വാഗമൺ വരെ ഓക്കെ. പോകണ്ട. ഷുവർ സർ. സർ, എക്സ്ക്യൂസ് മീ. യെസ് ജനറൽ മാനേജർ ഒന്ന് കാണണമായിരുന്നു. സാർ, ഒരു കസ്റ്റമറുമായിട്ട് സംസാരിക്കാണല്ലോ. ഇവിടെ അക്കൗണ്ട് ഉള്ള ആളാണോ? അതെ. ഒന്ന് വെയിറ്റ് ചെയ്യൂ. എക്സ്ക്യൂസ് മീ, പേന തെളിയുന്നില്ല, ഒന്ന് തരാവോ? പേന എന്റെ കയ്യിലുണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ തരത്തില്ലേ? ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. ഓ, ആ ഞാനത് ചെയ്തോളാം. ആ ആ ഇന്ന് തന്നെ ഡ്രോപ്പ് ചെയ്തേക്കാവടോ. ആ ഓക്കെ, ബൈ ബൈ. അച്ഛൻ വന്നിട്ട് കുറെ സമയമായി. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും നിന്നെ കെട്ടിയ വകയില് ബാക്കി തരാനുള്ള ശ്രീധനക്കാശ് തരാനാ നിന്റെ അച്ഛൻ വന്നേക്കുന്നെന്ന്. എന്റെ അടുത്ത് നിറക്കാനല്ലേ? ഒന്ന് പതുക്കെ പറ. എടീ, അവൻ അവന്റെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. ആഹാരം കഴിക്കാൻ വകയില്ലാത്തവനെ MBBS വിടരുത്. ഇനി അഥവാ വിട്ടാ തന്നെ അത് കൈക്കാശ് മുടക്കിട്ടാവണം. അല്ലാതെ മരുമകൻ ഫീസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാവരുത്. മനസ്സിലായല്ലോ? പിന്നെ പറയുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ മകളെ കെട്ടിക്കൊണ്ടുവന്നപ്പം എനിക്ക് സ്ത്രീധനം തന്ന വകയിലുള്ളതല്ല ഈ കാണുന്നതൊന്നും. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ആണല്ലോ അളിയ? ഉള്ള കാര്യം പറയാമല്ലോ. ഇതിന്നെടുത്ത് നിനക്ക് ഫീസ് അടയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നതെ ഇങ്ങരുടെ വാക്കും കേട്ടോണ്ട് കിട്ടാത്ത എത്തിപ്പിടിക്കാൻ ശ്രമിക്കാതെ നീ വല്ല പിയൂൺ പോസ്റ്റിനും ആപ്ലിക്കേഷൻ അയക്കാൻ നോക്ക്. അതാവുമ്പോ സംവരണം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ഇങ്ങനെ ഇറക്കാൻ വേണ്ടിട്ട് ഇനി ഇങ്ങോട്ട് ബുദ്ധിമുട്ട് വരണമെന്നില്ല. എന്നാ പിന്നെ പോവല്ലേ? ഹരി, അല്ലടാ, എന്റെ മകളുടെ ഭർത്താവായിട്ടല്ല, സ്വന്തം മകന്റെ സ്ഥാനത്താ ഞാൻ നിന്നെ കാണുന്നത്. ഒരാവശ്യം വരുമ്പോ സഹായിക്കുമെന്ന് കരുതി. പക്ഷെ എനിക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. ഞങ്ങൾ ഇറങ്ങുക മോളെ. എത്രയായി? 35. ഹലോ, എന്താ ചേച്ചി? ആ കൊടുക്ക, ചേച്ചിയാ. അച്ഛാ, ഞാനാ, ലക്ഷ്മിയാ. എന്താ മോളെ? ഹരിയേട്ടന്റെ സ്വഭാവം അച്ഛനറിയാലോ. ഫീസിന്റെ കാര്യം ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. അവന് ഫീസ് അടയ്ക്കാനുള്ള കാശ് തൽക്കാലം ഞാൻ എന്റെ ആഭരണം പണയം വെച്ച് തരാം. അവൻ എക്സാം എഴുതാതിരിക്കണ്ട. അത് വേണ്ട മോളെ. ഹരി എങ്ങാനും അറിഞ്ഞാൽ? അത് ഞാൻ മാനേജ് ചെയ്തോളാം. തൽക്കാലം ആവശ്യം നടക്കട്ടെ. നാളെ 10 മണി കഴിയുമ്പോ അച്ഛൻ അവനെയും കൂട്ടി ലിമോ ബാങ്കിന്റെ മുന്നിൽ എത്തിയാ മതി. ഹലോ അച്ഛാ. മോളെ, എന്തായി? ഉണ്ണിക്കുട്ടൻ നിന്നെ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. ഒരു 10 മിനിറ്റും കൂടെ അച്ഛാ. ടോക്കൺ നമ്പർ 47 ആയിട്ടുണ്ട്. എന്റേത് 101. ഇപ്പൊ വിളിക്കും. ആ റെഡി, നീ ഇവിടെ നിൽക്ക്.
എന്തെങ്കിലും പ്രശ്നം തോന്നുവാണെങ്കിൽ വിളിച്ചറിയിക്കും. ഓക്കെ, ബി കെയർഫുൾ. സാജൻ സാർ ഇന്ന് ലീവാ. കുഴപ്പമില്ല, അവരുടെ അക്കൗണ്ട്സ് ക്ലിയർ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ, പേടിക്കണ്ട, ഒരു ടെൻഷനും വേണ്ടതേ. ശരി, ഓക്കെ. മേ ഐ ഹെൽപ്പ് യു സർ? നോ താങ്ക്സ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഈ കാർ ലോൺ സെക്ഷൻ അകത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ. ചെത്തിട്ട് മോനാ വന്നില്ല സാറേ. ഏത് കോഴിക്ക് വന്നോളും മോനാ. ചേട്ടാ, എക്സ്ക്യൂസ് മീ. ആ, എന്താ മോളെ, പെന്നുവല്ലോ വേണോ? ചേട്ടാ, ഈ കാർ ലോൺ സെക്ഷൻ. കാർ ലോൺ ഇവിടെ തന്നെയാ. എന്താ കുട്ടി? ചേട്ടൻ ഞാൻ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ആള് തന്നെയാ. ഈ ഇൻട്രസ്റ്റ് ഒക്കെ എങ്ങനെയാ? എനിക്കൊക്കെ നല്ല ഇൻട്രസ്റ്റാ. പക്ഷെ ഇയാളെ കണ്ടോ, അയാൾക്കൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്തിനാ കുട്ടി? അയ്യോ എന്റെ പൊന്നു ചേട്ടാ, ഇവനൊരു കാർ ലോൺ വേണം. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി ചോദിച്ചതാ. ഓ, ആ ഇൻട്രസ്റ്റ് ആണോ? അതിൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതെ, അവിടെ ഒരാളിരിക്കുന്നില്ല, അയാൾക്ക് നല്ല ഇൻട്രസ്റ്റാ. ചെല്ലേ, നല്ല ആളോടാ ചോദിച്ചത്. സാറ് സന്തോഷത്തിലാണല്ലോ. അറിഞ്ഞില്ലേ, നമ്മുടെ അക്കൗണ്ടന്റ് ലക്ഷ്മിയുടെ കെട്ടുവാൻ ഗൾഫിൽ പോയി. കണക്ക് നോട്ടത്തിനോടൊപ്പം ചാറ്റിംഗും ഉണ്ട് അല്ലേ? എക്സ്ക്യൂസ് മീ, യെസ്. കാർ ലോണിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാ. ഓ ആയിക്കോട്ടെ, എല്ലാം ശരിയാക്കി തരാം. എത്രയായി മോനെ? 50 അയച്ചോ? എടാ, നിന്റെ വയസ്സല്ല അച്ഛൻ ചോദിച്ചത്. ഇവിടം വരെ വന്ന എന്റെ ഓട്ടോ കൂലിയാ. അത് തന്നെ അയച്ചോ പറഞ്ഞത്. 50 ഉറുപ്പിക, 50 ഇന്ത്യൻ മണീസ്. അയ്യോ, ചുങ്കക്കാരൻ സക്കേവൂസ് പോലും ഇത്രയും കൊള്ളയടിച്ചിട്ടില്ലോടാ. അവൻ കള്ളനും നീ കുള്ളനും. എടാ മോനെ, ഇത്രയും കൊള്ളയടിച്ച കർത്താവ് പുറക്കത്തില്ല കേട്ടോ. കർത്താവിന് ഞാൻ പൊറപ്പിച്ചോളാം. അച്ഛന്റെ ഉപദേശം പള്ളി മതി. എന്റെ കാശിങ്ങതാ. അയ്യടാ, അപ്പൊ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇങ്ങനെയാണെ സ്തുതി വേണ്ടാടാവേ. ഞാൻ ബാങ്കിലുണ്ട്. ഞാൻ മനോരോട് സംസാരിച്ചു. കുഞ്ഞേ, കുഞ്ഞിന് സുഖം തന്നെയല്ലേ? സുഖമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെയിം ടു യു, സെയിം ടു യു. അയ്യോ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈ അച്ഛൻ എന്താ ഇങ്ങനെ ഇംഗ്ലീഷിൽ സ്തുതി പറയുന്നത്? കുഞ്ഞേ, സഹോദര, എന്താ? എന്റെ കയ്യിലേ ഒരാളൊരു ചെക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അതെവിടെയാ ഒന്ന് മാറുന്നേ? അച്ഛൻ ടോക്കൺ എടുത്തായിരുന്നോ? ഇല്ല. ആദ്യം അവിടെ നിന്ന് ടോക്കൺ എടുക്കണം. ഓ, അതിലെ നമ്പർ അവരിവിടെ അനൗൺസ് ചെയ്യും. ഓ, എന്നിട്ട് ആ ക്യാഷ് കൗണ്ടറിൽ ചെന്നാൽ മതി. ചെക്ക് അവിടെ മാറാം. അത്രേ ഉള്ളൂ. വളരെ നന്ദിയുണ്ട് കുഞ്ഞെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. താങ്ക് യു. അയ്യോ, 112. 83 ആയുള്ളൂ. കുഞ്ഞേ, എന്നാണ് ഒരു മാർഗങ്ങൾ കളിക്കുന്നത്? പോലെ നടക്കൂ. തീരെ സഹകരണ മനോഭാവമില്ലാത്ത കുട്ടിയല്ലയോ? സാരമില്ല, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നാണല്ലോ. അതുകൊണ്ട് മുട്ടിക്കൊണ്ടേയിരിക്കുക. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റൂ. സമയം കളയണ്ട. കണ്ടിന്യൂ. അച്ഛൻ കുരിശായന. ആരുടെ ഈ അച്ഛൻ? അവിടെ എന്താ? ഹലോ, അതെ, ഫാദർ സക്കറിയാണ്.
രാഹുൽ എന്താ ഇവിടെ? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. കാണാൻ പറ്റിയ സമയം. ആ ഇൻസ്ട്രക്ടർ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ അതോട് തീർന്നേനല്ല. ഇങ്ങനെയൊക്കെ പേടിച്ചാ പറ്റുമോ? ലവസാകുമ്പോ കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? വിഷ്ണു നീങ്ങ വന്നേ, അവര് സംസാരിക്കട്ടെ. നേരത്തെ നമ്മളായിട്ട് എന്തിനാ സ്വർഗത്തിലെ കട്ടിലുണ്ടാവുന്നേ? നടക്കട്ടെ നടക്കട്ടെ. രാഹുൽ എന്താന്ന് വെച്ചാ വേഗം പറ, എനിക്ക് പോണം. നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. അച്ഛന്റെ ഫ്രണ്ടിന്റെ കമ്പനിയിലാ. ജോലിയൊക്കെ ഏതാണ്ട് ശരിയാമട്ട. പിന്നെ ഇന്റർവ്യൂ ഒക്കെ ഒരു ഫോർമാലിറ്റി മാത്രം. എന്തായാലും ജോലി കിട്ടുന്ന പറഞ്ഞപ്പോ തന്നെ മനസ്സിന് പാതി ആശ്വാസമായി. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. എന്തു തന്നെ വന്നാലും ഇന്റർകാസ്റ്റ് മാരേജിന് സമ്മതിക്കില്ലെന്ന് തന്നെയാ ഡാഡിയുടെ നിലപാട്. നിന്റെ ഡാഡി സമ്മതിച്ചില്ല നമുക്ക് രജിസ്റ്റർ മാരേജ് ആടി. നീ ധൈര്യമായിട്ടിരിക്കേ. ജോലി ശരിയായ സ്ഥിതിക്ക് ഇനി നമുക്ക് ജീവിക്കാനുള്ള വരുമാനമായല്ലോ. ഒരു വഴിയും കണ്ടില്ലെങ്കിൽ ഇനി അതേ മാർഗമുള്ളൂ. ഹലോ, പലവട്ടം ഞാൻ വാൺ ചെയ്തിട്ടുണ്ട് അവനെ കാണരുതെന്ന്. എന്നിട്ട് നീ കൊന്നുകളെ. ഞാൻ കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കിയ കേറി പോടിയകത്ത്. മോളെ, എടാ, പ്രായമായ പെൺകുട്ടികളെ തല്ലുകല്ലേ വേണ്ടത്. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിലേ അവർക്ക് വാശി കൂടുകയുള്ളൂ. ചേച്ചി, ഇനി അവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. കുറച്ചു ദിവസം വാഗമണിലുള്ള തമ്പിച്ചായന്റെ വീട്ടിൽ കൊണ്ട് നിർത്താം. ചേച്ചി എന്തു പറയുന്നു? ആ സമയം കൊണ്ട് എങ്ങനെങ്കിലും അവളുടെ കല്യാണം തീരുമാനിക്കണം. യെസ്, ഐ എം എക്സ്ട്രീംലി സോറി മിസ്റ്റർ റോയ്. വേറെ ചില ടെൻഷനിൽ ഞാൻ ആ മാറ്റർ വിട്ടുപോയി. ഓക്കെ, നാളെ രാവിലെ ഞാൻ വാഗമൺ പോകുന്ന വഴി ബാങ്കിൽ വന്നത് ക്ലിയർ ചെയ്തോളാം. ഓക്കെ? ഹലോ രാഹുൽ, നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരെ ട്രൈ ചെയ്യുന്നറിയോ? ഞാൻ ആകെ ടെൻഷനില്ല. ഡാഡി എന്നെ വാഗമണിലേക്ക് മാറ്റാൻ പോകുന്നു പറയുന്നേ. നാളെ പോകുന്ന വഴി ഡാഡി ലിമോ ബാങ്കിൽ കയറുന്നുണ്ടെന്നും പറഞ്ഞു. കൊച്ചിയിലെ ലിമോ ബാങ്ക്. നീ ഏതായാലും അവിടേക്ക് വാ. ബാക്കി നമുക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. നീ വാ. ഒരു ഹൗസിംഗ് ലോണിനുള്ള വകുപ്പുണ്ടല്ലോ. മനുഷ്യന് ജോലി ചെയ്യാൻ സമ്മതിക്കില്ലേ? എക്സ്ക്യൂസ് മീ. ഗുഡ് മോർണിംഗ്. മേ ഐ ഹെൽപ് യു സർ? ഇവിടത്തെ ATM-ലെ വിസ കാർഡ് അല്ലാതെ മറ്റെല്ലാ കാർഡും എടുക്കൂ. എല്ലാ കാർഡ്സും എടുക്കും സർ. എക്സ്ട്രാ സർവീസ് ചാർജ് ഒന്നും ഈടാക്കില്ലല്ലോ? ആസ് യൂഷ്വൽ. പക്ഷെ എത്ര വലിയ മെഷീൻ ആണെങ്കിൽ അധികം കാർഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ജാമായി പോവും. ഓ ഷുവർ. 9.75 ഇൻട്രസ്റ്റ് റേറ്റ്. അത് 6 മന്ത്സിലേക്ക്. അത് കഴിയുമ്പോൾ കൂടും. പോസ്റ്റിംഗ് അപ്ഡേറ്റ് ആണ്. ആണോ? അതെ, അപ്ഡേറ്റ് ആണ്. എല്ലാ മന്തും ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ നന്നായിരുന്നു സർ. ശരി സർ. എക്സ്ക്യൂസ് മീ സർ, പെട്ടെന്ന് വേണം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സർ പ്ലീസ് വെയിറ്റ്. ഓക്കെ ഓക്കെ. 1 സെക്കൻഡ്. സർ, ഒരു 2 CR വിഡ്രോവൽ ഉണ്ട്. മിസ്റ്റർ നന്ദഗോപാൽ. അയ്യോ, ഫ്ലാറ്റ് ലോക്ക് ചെയ്യാൻ മറന്നു. അമ്മ ഇപ്പൊ വരാം. മോൾ ഇവിടെ ഇരിക്കേ.
മോളെ മോളെ ഹലോ ചേട്ടാ മോള് മോള് നമ്മുടെ മോള് ഹലോ ഹലോ മിസ്റ്റർ നന്ദൻ, നിങ്ങളുടെ മകളിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ മോളെവിടെ? ഷീ സേവ്. മകൾ സുരക്ഷിതയായിരിക്കും ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ച. ഡിമാൻഡോ? 2 CR 2 കോടി രൂപയാണ് ഞങ്ങളുടെ ഡിമാൻഡ്. What are you saying? നിങ്ങൾ ആരാ? കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട. നാളെ ഉച്ചയ്ക്ക് കൃത്യം 1 മണിക്ക് പൂട്ടിക്കിടക്കുന്ന വെങ്കടേശ്വര മിൽസിൽ രൂപയുമായി എത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടും. പണവുമായി എത്താതെ അതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ച തന്റെ മകളുടെ ശവമായിരിക്കും പിന്നീട് കാണുക. സോ ദ ഡീൽ ഈസ് ഫിക്സ്ഡ്. നാളെ കൃത്യം 1 മണിക്ക്. ഓക്കെ? സാറേ നമസ്കാരം. നമസ്കാരം സാർ, ഈ ഷെയർ മാർക്കറ്റൊക്കെ എങ്ങനെ പോകുന്നു? ഓ, അതൊക്കെ അങ്ങനെ അങ്ങോട്ട് നടക്കുന്നു. വൈകുന്നേരം ആവുമ്പോ ഞാനൊരു 100 രൂപ ഇടും. ഈ സാറും ഒരു 100 രൂപ ഷെയർ ഇടും. 9 മണിക്ക് മുമ്പേ ഞങ്ങള് പോയി അതങ്ങ് ഷെയർ ചെയ്യും. എന്നാ ഞാനും ഇന്ന് 100 രൂപ ഷെയർ ഇട്ടിരിക്കുന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രൊഡക്റ്റ് പ്രീമിയം ആക്കാം. ഓ ശരി ശരി ശരി. അപ്പൊ സാറ് വന്ന കാര്യം? അല്ല, ഈ ബാങ്കിങ് ഹവേഴ്സ് 10 to 4 അല്ലേ? അതിനിടയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടത്താനുണ്ട്. അതിനുവേണ്ടിയാ. സാറിന്റെ ജോലി ചെയ്തു. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഷെയറിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഈ സാമ്പത്തിക മാന്ദ്യം ഇല്ലാതിരിക്കും? ഹലോ സാറേ, നമ്മുടെ കാര്യം എന്തായി? ഒരു ചെറിയ എറ ഇപ്പൊ ശരിയാവും. ഹായ് സ്വീറ്റി. ഹായ്. മായ സുഖല്ലേ? ലിമോ ബാങ്ക് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എല്ലാരും വരും. നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ക്ലിയർ ആക്കും. പ്ലീസ്. മോർണിംഗ്. ടീ കോഫി? മോർണിംഗ്. നോ താങ്ക് യു. ഓക്കെ. ഇൻഷുറൻസിന്റെ പേപ്പേഴ്സ് ഒക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫോർമാലിറ്റീസ് കൂടെ ബാലൻസ് ഉള്ളൂ. അജയുടെ 1-2 സൈനും കൂടെ വേണം. ഓക്കെ. ഓക്കെ. വാട്ട് ടൈം ഇസ് യുവർ ഫ്ലൈറ്റ്? 1:30. 1:30. ഓക്കെ. സ്റ്റെഫി, ഇന്നലെ പറഞ്ഞ ട്രാവൽ ഇൻഷുറൻസ് ഡോക്യുമെന്റ്സ് ഒന്ന് റെഡിയാക്കണം. അതെ. യാ. 1 മിസ്റ്റർ അജയ് വാസുദേവൻ. യെസ്, ഓസ്ട്രേലിയ. താങ്ക് യു. അക്കൗണ്ട് സെക്ഷനിലേക്ക് ചെന്നോളൂ. ഓക്കെ. അജയ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടേക്ക് കെയർ. ഞാൻ ആ മാനേജറുടെ ക്യാബിലായിരുന്നു, അതാ കട്ടിയത്. ഡോണ്ട് ബി സില്ലി ഡിയർ. ഞാൻ ഓസ്ട്രേലിയ നീയും അങ്ങോട്ട് വരില്ലേ? അജയ് വാസുദേവനല്ലേ പറയണേ. ഞാൻ വിളിക്കാം മോളെ. ഹായ് സ്റ്റെഫി. ഹായ്. അജയെ ഇനി എന്നൊന്ന് കാണാൻ പറ്റുക? സ്റ്റെഫിക്ക് എന്നെ കാണണം തോന്നുന്നു. ഞാൻ ഇനി വരില്ലേ? അജയ്, ഒരു 5 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ. ഏയ് സുസൻ, അജയ്ടാ. സോറി. ഹായ് സുസൻ. സുസൻ, നോ എക്സ്ക്യൂസസ്. ഓക്കെ. അറിയാലോ, ഗസ്റ്റ് ഹൗസിലെ നിന്റെ പ്രകടനങ്ങളൊക്കെ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഷോ, അതൊക്കെ നിന്റെ ഹസ്ബൻഡ് അറിഞ്ഞ പാവം, അയാൾക്കത് സഹിക്കാൻ പറ്റുമോ ആവോ? നീ ആരാ മുതല്? ഞാൻ വിളിക്കടാ. ഹായ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്താതെ താഴേക്ക് ലെഫ്റ്റ് പോട്ടെ. മിസ്റ്റർ അജയ് വാസുദേവൻ, നിനക്ക് നിരപ്പേൽ വിശ്വനാഥന്റെ മകളെ തന്നെ കയറി പിടിക്കണം. അല്ലടാ നായിന്റെ മോനെ. ഇനി നിന്നെ ദിവ്യ വിശ്വനാഥന്റെ കൺവെട്ടത് കണ്ടാൽ ഇപ്പൊ ഈ ലിഫ്റ്റ് പോകുന്ന താഴേക്കാ, ഇനി പോകുന്നത് മുകളിലേക്കായിരിക്കും. ലിഫ്റ്റ് അല്ല, നിന്റെ ജീവൻ. കേട്ടാ നായിന്റെ മോനെ.
വരികടാ. ഇത്ര പെട്ടെന്ന് വീടെത്തിയ മോനെത്തിയല്ലോ. അജയ് ഞാൻ സ്റ്റഡിയാ. മോനെ, ഇവരൊക്കെ നിന്നെ കാണാൻ വന്നതാ. അതെ, നാളെ നീ ഓസ്ട്രേലിയക്ക് പോവായതുകൊണ്ട് നിന്നെ കണ്ട് സംസാരിക്കാനും യാത്ര പറയാനും വന്നതാ ഞങ്ങള്. ഇനി ഈ കോലത്തിൽ ഏതായാലും യാത്ര പറയണമെന്നില്ല. വാസുദേവ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പുറത്താ എന്റെ മോളും തന്റെ മോനുമായുള്ള കല്യാണം തീരുമാനിച്ചത്. ഇവൻ ഇപ്പോഴേ ഈ അവസ്ഥയിലാണെങ്കിൽ എന്ത് ധൈര്യത്തിന്റെ പുറത്താ ഞാൻ എന്റെ മോളെ നിങ്ങളുടെ മോനോട് അയക്കുന്നത്? നിന്റെ തന്ത പറഞ്ഞിട്ടാണോ എന്നെ ഉപദേശിക്കാൻ? ഡാഡി പറഞ്ഞാലേ എനിക്ക് വന്ന് കാണാൻ പാടുള്ളൂ. പിന്നെ ഓസ്ട്രേലിയയിൽ പോകുന്നതൊക്കെ കൊള്ളാം. ഇവിടെ ഒരാളെ കാത്തിരിക്കുന്നുണ്ടെന്ന കാര്യം മറക്കാതിരുന്നാ മതി. പോരുന്നോ എന്റെ കൂടെ? അച്ഛാ, ഞാനിന്നലെ... വേണ്ട വേണ്ട, നല്ലൊരു ദിവസമായിട്ട് ഒരു ഏറ്റുപറച്ചിലിന്റെ ആവശ്യമില്ല. പുതിയ നാടും പുതിയ രീതികളൊക്കെ ഇനി എല്ലാ കാര്യത്തിലും ഒരു അടുക്കും ചിട്ടയൊക്കെ വേണം. അവിടെ ചെന്ന എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ യൂസഫിനെ വിളിച്ചാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരി അച്ഛാ. മോനെ, അമ്മ നിന്റെ ബാഗിൽ കുറച്ച് രാസനാദിപ്പൊടി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞ് അത് പുരട്ടാൻ മറക്കരുത്. അമ്മ എന്തിനാ ആവശ്യമില്ലാത്തേക്ക് എടുത്തു വെക്കുന്നേ? എന്തൊക്കെയാ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. 1:30 ഫ്ലൈറ്റ്. 2 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിൽ എത്തണം. പോകുന്ന വഴിക്ക് ബാങ്കിൽ ഒന്ന് കയറണം. ആ മാനേജറെ വിളിച്ചിരുന്നു. ട്രാവൽ ഇൻഷുറൻസിന്റെ പേപ്പേഴ്സ് എല്ലാം അവർ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്റെ 1-2 സൈൻ കൂടി വേണമെന്ന്. ദാ, ഭദ്രമായിട്ട് വെച്ചോളൂ. ഞാനിപ്പോ വരാം. നമ്മളെയും കാത്ത് കോടികളാണ് ഈ ബാങ്കിലുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഈ ഓപ്പറേഷൻ സക്സസ് ആണെങ്കിൽ വി വൺ വിൽ ബിക്കം റിച്ച്. കേരളത്തിലെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ഹൈടെക് ബാങ്കുകളിൽ ഒന്നാണ് ലിമോ ബാങ്ക്. ഈ എൻട്രൻസ് കയറി ചെന്നാൽ റിസപ്ഷൻ, ഇവിടുന്ന് റൈറ്റ് പോയാൽ റിഫ്രഷ്മെന്റ് ഏരിയ, ആൻഡ് ലെഫ്റ്റ് ജനറേറ്റർ കൺട്രോൾ റൂം. റിസപ്ഷൻ ഏരിയന്ന് സ്ട്രെയിറ്റ് ഡോർ കടന്നാൽ ബാങ്കിന്റെ മെയിൻ ഹാൾ. സെൻട്രലൈസ്ഡ് AC ആയതുകൊണ്ട് എയർ ടൈറ്റ് ആണ്. നോ വിൻഡോസ്, നോ എയർ ഹോൾസ്. ലെഫ്റ്റ് സൈഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ് ആൻഡ് ATM. ആൻഡ് ഹിയർ ഇസ് ദ ക്യാഷ് കൗണ്ടർ. See, this is General Manager's cabin. We can see the customer counters. Here is the VIP lounge and nearby bathroom. നമ്മുടെ ടാർഗറ്റ് ഇതാണ്, ലോക്കർ റൂം. ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ് ബാങ്ക് മാനേജർക്ക് മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. പ്രോപ്പർ വേയിലൂടെ അല്ലാതെ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ വിതിൻ സെക്കൻഡ്സ് കൊച്ചിയിലുള്ള എല്ലാ പോലീസ് കൺട്രോൾ റൂമുകളിലേക്കും മെസ്സേജ് അലർട്ട് പോകും. എങ്ങാനും പിടിക്കപ്പെട്ടാലോ? സോറി. അത്തരത്തിലൊരു മെസ്സേജിംഗ് അലേർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് അങ്ങനെ റിസ്ക് എടുക്കുന്ന ബുദ്ധിയല്ല. സോ ലോക്കറിന്റെ 3 ഡോറും മാനേജർ തുറക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. റോബറി കഴിഞ്ഞാൽ ഉടനെ ബാങ്കിലെ ഹിഡൻ ക്യാമറ വീഡിയോസ് കളക്ട് ചെയ്യണം. ബാങ്കിനുള്ളിൽ പലയിടത്തും ക്യാമറ വെച്ചിരുന്നു. റെഡി. സൽമാൻ തന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം നീ ബാങ്കിന് പുറത്ത് കാറുമായി വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ 3 പേരും ബാങ്കിനകത്ത് കയറും.
ഓക്കെ. ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് അവൻ അവിടെ മാസ്റ്റർ ഓഫ് ക്രിമിനൽസ് സൽമാൻ. അവനെ പറ്റി ബോധറിയണ്ട. എത്തേണ്ട സമയത്ത് തന്നെ സൽമാൻ ബാങ്കിലെത്തിക്കും. ഹലോ, എവറിഥിങ് സേഫ്? ഞാൻ ബാങ്കിനകത്തേക്ക് കയറാണ്. അരുൺ, ഫണ്ട് സഫിഷ്യന്റ് അല്ലേ? അതെ. ഇന്ന് വിഡ്രോവൽ കൂടുതലുണ്ട്. നോ പ്രോബ്ലം. ഓക്കെ. കയ്യിലൊരു കോടി ആയാൽ റെഡി. എന്തുമാത്രം കാശ? ഇതൊക്കെ ഇവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത്. സ്ട്രോങ് റൂം ഉണ്ടായിരിക്കും അല്ലേ? എന്താ ജയ ഇതൊക്കെ? സർ, ഞാൻ കുറെ ട്രൈ ചെയ്താണ്. മെയിൻ ഹാളിലെയും റിസപ്ഷൻ ഏരിയയിലെയും ക്യാമറകളാണ് കംപ്ലൈന്റ്. കണക്ഷൻ കേബിൾ ഫെയിലിയർ ആണ് സർ. സർവീസ്മാൻ വന്നാലേ ശരിയാവും. അവരെ വിളിച്ചു പറഞ്ഞിട്ടില്ലേ? ഉവ്വ സർ. തൽക്കാലം ക്യാമറ കംപ്ലൈന്റ് ആയ കാര്യം ഇവിടെ ആരെയും അറിയിക്കണ്ട. യു ഗോട്ട് ഇറ്റ്? ഓക്കെ സർ. ഹലോ, ക്യാമറ സർവീസ് സെന്റർ അല്ലേ? ഇത് ലിമോ ബാങ്കിൽ നിന്ന്. ചേട്ടാ, ചേട്ടനോട് സ്റ്റാഫാണോ? അതെ. ഇവിടുത്തെ ക്യാമറ എന്തോ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. ഞാൻ സർവീസ് ചെയ്യാൻ വന്നതാ. പുതിയ ആളാണോ? അതെ. സാധാരണ രാജീവ വരാറുള്ളൂ, അതാ ചോദിച്ചത്. രാജീവ് ഇന്ന് ലീവാ. എന്താ പേര്? മനു. അതാണ് ക്യാമറ കൺട്രോൾ റൂം. അവിടെ ചോദിച്ചാൽ മതി. താങ്ക്സ്. എക്സ്ക്യൂസ് മീ, CC ക്യാമറ സർവീസ് ചെയ്യാൻ വന്നതാ. എപ്പോ മുതലാണ് കംപ്ലൈന്റ് ആയത്? ഇന്നലെ രാത്രി മുതലാണ് കംപ്ലൈന്റ്. 3 ക്യാമറകളിൽ നിന്നും രാത്രി 12:30 വരെയുള്ള വിഷ്വൽസ് റെക്കോർഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഈ ഡിസോർഡർ. ഒരു ഹാഫ് ആൻ അവർ ക്യാമറകളെല്ലാം ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അതെ, നിങ്ങളുടെ മാനേജറെ എനിക്കൊന്ന് കാണണം. സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോ വിളിക്കാം. ഓക്കെ സാർ, ഞാൻ പറയാം. സാറിനോട് ക്യാബിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി ശരി. ഇമേജ് കൺസ്ട്രക്ഷൻസിന്റെ മോർഗേജ് ചെയ്ത ഒറിജിനൽ ലാൻഡ് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ബാങ്കിംഗ് ഓംബുഡ്സ്മാൻ വരുന്നുണ്ട്. സോ വി ഹാവ് ടു ഓപ്പൺ ലോക്കർ L14. ഓക്കെ, സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. താങ്ക് യു സർ. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴും ഞങ്ങൾ ഇത് പറഞ്ഞു. ഈ ബാങ്കിൽ ഒരു സ്റ്റാഫിന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞപ്പോൾ തന്നെ അയാൾ ഇവിടുന്ന് പുറത്താക്കി. സർ, സാറിനൊന്നും തോന്നരുത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് കയറി വന്നാൽ ഞങ്ങളുടെ ബാങ്കിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ പോകുന്നു. നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കള്ളമാണെന്ന് അറിഞ്ഞാൽ ഞാൻ വീണ്ടും വരും. ഹലോ, ശരത് ബാബു അല്ലേ? അതെ സാർ. ഞാനിപ്പോ എവിടെയാ? സാർ, ഞാൻ ആ മോഷണ കേസിന്റെ അന്വേഷണത്തിനായി ബാങ്കിലാണ് സാർ. എവിടെയാണെങ്കിലും വിത്തിൻ നോ ടൈം യു റിപ്പോർട്ട് അറ്റ് സെൻട്രൽ സ്റ്റേഷൻ. ഓക്കെ സാർ.
വെരിഫിക്കേഷൻ കഴിഞ്ഞു. അത് സാലറി സർട്ടിഫിക്കറ്റ്, ഐഡി പ്രൂഫ്, പൊസിഷൻ സർട്ടിഫിക്കറ്റ് ആൻഡ് നീ ആ തങ്കമണി ഇടവകയിലെ നാറാണത്ത് പൈരിയുടെ മോൻ ബിനോയ് അല്ലയോടാ? ഗൾഫിൽ പോകാൻ വേണ്ടി ബോംബെക്ക് പോയിട്ട് ഒരു ഹിന്ദിക്കാരി കെട്ടിട്ട് തിരിച്ചു വന്നവൻ അല്ല. അല്ലയോ? ആ എന്നാ പിന്നെ കാളകെട്ടി ഇടവയിലെ ബേബിയുടെ രണ്ടാമത്തെ മോന ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിട്ട് വന്ന സാത്താലെ. വേറെ കെട്ടാൻ പ്ലാൻ ഉണ്ടോടാ? എന്തുവാടാ മിണ്ടാതെ? അവനല്ലയോ അപ്പൊ നീ? ഞാൻ അവനല്ലച്ചോ. അപ്പൊ പിന്നല്ലേ അവനോ? അവൻ ഞാനും അല്ലച്ചോ. അയ്യോടാ, എനിക്ക് അങ്ങനെ ആളെ തെറ്റാറില്ലല്ലോ. നിന്റെ തലേ മാമൂസ വെള്ളം വീണിട്ടില്ലോടാ? അപ്പൊ ഇവൻ ആൽമേനല്ല. താൻ ആരായാലും ഞാൻ കണ്ടോ പോക്കൃത്തരം കാണിച്ച നീ വിവരറിയോ? എന്ത് പോക്കൃത്തരം കാണിച്ചതാ? എനിക്ക് സൗകര്യം കാണിക്കും. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. എന്തായി കാണിക്കുന്നത്? നീ വെളിപടാ, ഞങ്ങൾ എടുത്തോളാം. ഇവിടെ വെച്ച് കാണിക്കാം. This is a bank. Security, come on. ഇങ്ങോട്ട് വാടോ. അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ഇരിക്കാൻ. Sir, token please. Yeah. Right. Okay, sir. Thanks. നീ കാളകെട്ടി ഇടവയിലെ ബേബിയുടെ മോനല്ല. നീ പെമ്പളെ ഉപേക്ഷിച്ചവനും അല്ല. നീ ശക്തിമാനാണ്, ബുദ്ധിമാനുമാണ്. എന്തിനാ മോനെ സസ്പെൻസ്? നീ ആരൊന്ന് പറയടാ. ഒരു ചെറിയ സസ്പെൻസ് ഇരിക്കട്ടോ, അതല്ലേ ഒരു രസം. ചന്ദ്രശേഖരൻ വധക്കേസിൽ 8 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വിടാൻ സ്പെഷ്യൽ കോർട്ട് ഓർഡർ ആയിട്ടുണ്ട് മാഡം. That's good news. Yes. Hello, Commissioner here. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ലിമോ ബാങ്കിന്റെ കൊച്ചിൻ മെയിൻ ബ്രാഞ്ചിൽ ഒരു വൻ റോബറി നടക്കും. Who are you? ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഞാൻ ആരാണെന്ന് അറിയുന്നതിനേക്കാൾ ആവശ്യം ആ റോബറി തടയുക എന്നതാണ്. ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അവരെ കിട്ടില്ല. George, trace the call made to my personal number now. Follow up this man. Yes, ma'am. പ്രിയ, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു. ഒരു ക്രിമിനലായിട്ട് ജീവിക്കാൻ എനിക്കും ആഗ്രഹമില്ല. പക്ഷേ നമുക്ക് ഒരുമിച്ച് ജീവിച്ചേ പറ്റൂ. പെട്ടെന്ന് ഞാനിപ്പോ മാറിയ അവർക്ക് സംശയം തോന്നും. തൽക്കാലം എനിക്ക് അവരെ കൂടെ നിന്നേ പറ്റൂ. അതുകൊണ്ട് ഒരു ദിവസം കൂടി നീ എനിക്ക് തരണം. എല്ലാം ശരിയായി കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ലിമോ ബാങ്ക് പോലൊരു സ്ഥാപനം കൊള്ളയടിക്കാൻ ഒരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ then they should be technically sharp and possibly armed. So ഒരു ഫിസിക്കൽ കോമ്പാറ്റിന് നമ്മൾ തയ്യാറായിരിക്കണം. What do you mean, Shravan? So we need commandos here. പോലീസും കമാൻഡോസും ചേർന്നിട്ടുള്ള ഒരു അണ്ടർകവർ ഓപ്പറേഷൻ. ആരെങ്കിലും പർട്ടിക്കുലറായി വേണമെന്നുണ്ട്? സർ, I would like to have Avinash Shekhar, and Idikula Stephen. We are good friends and we would make a great team, along with Revati and Shekhar. Everything safe? Yes, sir. We have taken our positions. ഞാൻ ബാങ്കിനകത്തേക്ക് കയറാം.
കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ആ പിന്നല്ലാതെ സമയത്ത് വെയിറ്റ് ചെയ്യാൻ ഈശ്വര വീട്ടിൽ നിന്നാണല്ലോ. അളിയ ഒരു മിനിറ്റ് എങ്ങോട്ടാ? ഇപ്പൊ വരാടാ. ഹലോ ഏയ് ഷീല, നിന്റെ ഷോപ്പിംഗ് കഴിയുന്നവരെ ഐ കാൺട്ട് വെയിറ്റ് ഹിയർ ഓൾ ദ ടൈം. ഓക്കെ, ഐ ഗോട്ട് ലോട്ട്സ് ഓഫ് വർക്ക് ടു ഡു. ഹലോ ഷീല, ഹലോ. ഹേയ്, വാട്ട് ദ ഹെൽ മാൻ? എന്താ സാറേ രാവിലെ ടെൻഷനായിട്ടിരിക്കുന്നേ? എടാ, എന്നെ ഇവിടെ വിട്ടിട്ട് ഷീല കാറും എടുത്ത് ഷോപ്പിങ്ങിന് പോയി. വരാൻ വൈകുന്നത്രേ. ഇനി അധികം താമസം ഉണ്ടാവില്ലല്ലോ. Sir. മിസ്റ്റർ നന്ദൻ, എന്തായി? ഞാൻ ബാങ്കിലാണ്, ഉടനെ എത്തും. ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. ജോർജ്, കലൂർ ബ്രാഞ്ചിന്റെ ഒരു 3 CR വിഡ്രോവർ ഉണ്ട്. അത് ഇവിടെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യണം. സോ ലെറ്റ് us process the money quick. Okay? Yeah. ബി അലർട്ട്. അവർ ലോക്കർ ഓപ്പൺ ചെയ്യാൻ പോവാ. സംശയമുള്ള എല്ലാവരെയും ഒന്ന് ക്ലോസറായിട്ട് വാച്ച് ചെയ്യണം. ഓക്കെ സാർ. എന്തൊക്കെ സംഭവിച്ചാലും വി ഷുഡ് ക്യാച്ച് ദം അലൈവ്. റെഡിയല്ലേ? റെഡിയാണ് സർ. യാ. അയ്യോ സന്തോഷം, കറണ്ട് പോയപ്പോൾ UPS കട്ടായിരുന്നു. ഏത് ഫോറിൻ ബാങ്ക് ആണെങ്കിലും കേരളത്തിലെത്തിയ പവർ കട്ട് ഉറപ്പാ.
ഹലോ എക്സ്ക്യൂസ് മീ, ദിസ് ഇസ് നോ മോർ കോൾസ് ഫ്രം ഹിയർ. ഇനി എന്റെ അനുവാദമില്ലാതെ ഒരു ഫോൺ കോളും ഇവിടുന്ന് പുറത്തേക്ക് പോവില്ല. അതുപോലെ തന്നെ ബാങ്കിനുള്ളിൽ നിന്നും ഒരാളും വെളിയിലേക്കും പോവില്ല. യു ഗോട്ട് മീ? ഐ എം ഫ്രം ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. Yeah, Shravan here. Yes, Shravan. Revati, it seems there is a change of plan. It's not a robbery as we expected. It's a murder. There was a power failure and a guy was murdered. ഇവിടെ ബാങ്ക് ഓഫീഷ്യൽസിന്റെ മുന്നിലും കസ്റ്റമേഴ്സിന്റെ മുന്നിലും ഞങ്ങളുടെ 3 പേരുടെയും ഐഡന്റിറ്റി ഇറ്റ്സ് റിവീൽഡ്. Now what you have to do is take positions and stay alert. Okay. I'll do the necessary things. Right. അവിനാഷ്, പോലീസ് ഡോക്ടർ മരണം കൺഫേം ചെയ്ത സ്ഥിതിക്ക് പോസ്റ്റ്മോർട്ടം ഇതിനകത്ത് തന്നെ നടത്താനുള്ള സ്പെഷ്യൽ ഓർഡേഴ്സ് വാങ്ങണം. ഐ ഗെറ്റ് ഫ്രം ദി ടോപ്പ്. ഓക്കെ. ഈ ഒരു കേസ് ആയതുകൊണ്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം വെളിയിൽ ചെയ്താൽ ദാറ്റ് വിൽ ഹാമ്പർ അവർ ചാൻസസ് ടു നാബ് ദ കൾപ്രിറ്റ്. പക്ഷെ ഓൾറെഡി കൾപ്രിറ്റ് പുറത്തുപോയിട്ടുണ്ടെങ്കിലോ? നോ വേ. ദ ബാങ്ക് മാനേജർ വാച്ചസ് ഫോർ ദാറ്റ്. ഇതിനകത്ത് ഒരു പവർ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഫോഴ്സ്ഡ് പവർ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ ഫ്രണ്ട് ഡോർ ഗെറ്റ്സ് ഷട്ട്. അതാണ് ലിമോ ബാങ്കിന്റെ സെക്യൂരിറ്റി സിസ്റ്റം. കൊലയാളി ഇതിനകത്ത് തന്നെയുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെ ആരും പുറത്തേക്ക് പോകുന്നില്ല. സർ, and strictly before the media, keep your mouth shut. ഇല്ല സർ, അത് ഞാൻ നിർത്തി. സോ വാട്ട് അബൌട്ട് ദ റോബറി? Robbery is out of question. അഥവാ അവർ ഇതിനുള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ സിറ്റുവേഷനിൽ അവരതിന് മുതിരില്ല. വെളിയിലത്തെ പോലീസ് ഫോഴ്സിനെ കുറിച്ച് അവർ വളരെ അവെയർ ആയിരിക്കും. ബട്ട് വി ഹാവ് ടു ബി വിജിലന്റ് നെവർതലെസ്, ബിക്കോസ് ദേ ക്യാൻ ബി ആംഡ്. അവർ ഈ കൊല ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ചാലഞ്ച് ഇതൊന്നുമല്ല. കൊലയാളിയെ കണ്ടെത്താൻ നമുക്ക് കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. Just a few hours. The banking hours. Yes, Shravan. Revati, note this number. Tell me. 9846060203. Okay. ബാങ്ക് റെക്കോർഡ്സിൽ നിന്നും കിട്ടിയതാണ്. വൺ മിസ്റ്റർ വാസുദേവൻ പിള്ള, കൊല്ലപ്പെട്ട അജയ് വാസുദേവന്റെ അച്ഛനാണ്. അജയ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ അദ്ദേഹം കൂടെ വന്നിട്ടുണ്ടെങ്കിൽ then he might be waiting outside in the car or something. So trace him and convey the news of the murder and also let him in. Okay, fine. ഹലോ, Excuse me, Mr. Vasudevan? അതെ. അയ്യോ, എന്റെ മോൻ എന്താ പറയുന്നത്? Sir, please leave. Sir, please. Hello, Shravan? Yeah, Revati. Idukula, open the shutter. Yes. Revati, Madam, no. hold her back. Please, hold her back. Please, madam. Please control yourself. രവതി, ഇവരെ ഒരാത്തേക്ക് ഇരുത്തു. അവിനാഷ്, ഗെറ്റ് മീ ഡോക്ടർ. ഗെറ്റ് മീ ഡോക്ടർ. വെയിറ്റ് എ മിനിറ്റ്. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? എക്സ്ക്യൂസ് മീ സർ, ഐ എം എ ഡോക്ടർ. യു ആർ എ ഡോക്ടർ? കം. There's no need to worry. സഡൻ ആയിട്ടുള്ള ഷോക്ക് ആയതുകൊണ്ട് BP കൂടിയതാ. What she needs is rest.
വിട്. എന്റെ മോൻ. എന്താ? എന്റെ മോൻ എവിടെ? ഇവിടെ ഇരിക്ക് ഭവൻ. എന്റെ മോനെ ഇരിക്ക്. കാണണം. അടങ്ങി ഇരിക്ക് ഭവൻ. കുറച്ച് നേരത്തേക്ക് ഐ നീഡ് പ്രസൻസ്. മോനെ എനിക്ക് കാണണം. എന്റെ മോൻ. മാഡം റിലാക്സ്. എനിക്ക് ഇവിടുത്തെ CCTVയുടെ വിഷ്വൽസ് ഒന്ന് കാണണം. ഹൂസ് ഇൻ ചാർജ്? എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? നോ സർ, പ്ലീസ് കം പ്ലീസ്. ഈ 3 ക്യാമറകളായിരുന്നു കംപ്ലൈന്റ് അല്ലേ? അതെ മാഡം. ഇതില് 10-30 വരെയുള്ള വിഷ്വൽസ് റെക്കോർഡ് ആയിട്ടുണ്ട്. റെസ്റ്റ് ഇസ് ബ്ലാങ്ക്. സർവീസ് ചെയ്യാനായി എല്ലാ ക്യാമറകളും ഡിസ്കണക്ട് ചെയ്തത് അപ്പോഴാണ്. 10:55 കറണ്ടും പോയി. അതെ. ഒരേ ദിവസം തന്നെ ക്യാമറ കംപ്ലൈന്റ് ആവുക, കൃത്യസമയത്തിന് ജനറേറ്റർ ഓഫ് ആവുക, മർഡർ നടക്കുക. ഇതിലെല്ലാം കൂടി ഒരു കുഴപ്പം പിടിച്ച ലിങ്ക് ഇല്ലേ? ഇൻവേരിയബിളി കറണ്ട് ഓഫ് ആക്കിയത് ആരാണെന്ന് കണ്ടുപിടിച്ചാൽ കൊലപാതകയെ കണ്ടെത്തുന്നതിന് തുല്യമാണ്. അങ്ങനല്ലേ? അല്ല. അതെ. താനല്ലേ ക്യാമറ സർവീസ് ചെയ്യാൻ വന്നത്? അതെ മാഡം. പേര്? മനു. ചെക്ക് ഐഡി കാർഡ്. യാ. ഈ ക്യാമറകൾ കംപ്ലൈന്റ് ആവാൻ എന്താ കാരണം? അത് കണക്ഷൻ കേബിളിന്റെ ഫെയിലിയർ. അപ്പൊ ഇന്നലെ രാത്രി ആരെങ്കിലും ഇതിനകത്ത് കയറി മനഃപൂർവ്വം ക്യാമറകൾ കേടാക്കിയതുമാവാം അല്ലേ? അല്ല സർ. വൈ? സർ, ആരെങ്കിലും ബാങ്കിന്റെ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടുത്തെ നിയർ ബൈ പോലീസ് സ്റ്റേഷനിലോ ബാങ്ക് മാനേജറായ എന്റെയോ അസിസ്റ്റന്റ് മാനേജറുടെയോ മൊബൈലിലെ എമർജൻസി SMS അലർട്ട് വന്നേനെ. സോ നത്തിങ് ഈസ് അൺയൂഷ്വൽ. പക്ഷെ ഞങ്ങൾക്കതങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ മിസ്റ്റർ റോയ് മാത്യു. കാരണം ഇവിടെ ഒരു മേജർ റോബറി നടക്കുമെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ എന്നെ എന്റെ മോളെ ഒന്ന് പുറത്തേക്ക് വിടണം. ഞങ്ങൾക്ക് അല്പം തിരക്കുണ്ട്. മറ്റുള്ളവരോട് പറഞ്ഞാൽ കൂടുതലൊന്നും എനിക്ക് നിങ്ങളോടും പറയാനില്ല. തൽക്കാലം ആരെയും പുറത്തേക്ക് വിടുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾക്ക് പോയേ പറ്റൂ. നിങ്ങളിങ്ങനെ സെൽഫിഷ് ആയിട്ട് സംസാരിക്കരുത് മിസ്റ്റർ. അകത്തിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങൾ ഓർക്കേണ്ടതല്ലേ? നിങ്ങളൊരു അച്ഛനല്ലേ? അധികമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതും ഒരു കൊലയാളി ലോക്ക് ചെയ്യാൻ. ഞാൻ ആരാണെന്ന് അറിയാതെ താൻ സംസാരിക്കുന്നത്. റവന്യൂ മന്ത്രിയുടെ അളിയനാ ഞാൻ. താനേത് പൊന്നുതമ്പുരാന്റെ അളിയനാണെങ്കിൽ ശരി. ഐ ഡോണ്ട് വോണ്ട് ടു വേസ്റ്റ് മൈ ടൈം ടോക്കിംഗ് ടു യു. ഇടിക്കുള, ടേക്ക് ഹിം. സർ, അളിയ ഒന്ന് വന്നേ. വാളിയ അളിയ അളിയൻ റവന്യൂ മിനിസ്റ്റർ ആരാന്ന് പറഞ്ഞു? അളിയൻ. ഈ മന്ത്രിയുടെ പെങ്ങളെ സാറ് രണ്ടാമത് കിട്ടി, അല്ലെങ്കിൽ സാറിന്റെ പെങ്ങളെ മന്ത്രി പിന്നെയും കിട്ടി. അല്ല, എനിക്ക് മൂന്നാറിൽ കുറച്ച് അനധികൃതമായിട്ടുള്ള സ്വത്ത് ഉണ്ടായിരുന്നേ, അതിന്റെ പട്ടയം കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഒന്നും ശരിയാക്കി തരുമോ? അളിയ, ഇത് ഞാനാ. ബാങ്കിൽ തന്നെ. ഇവിടെ ഏതോ ഒരുത്തൻ ചത്തതിന്റെ. ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ്. എന്താണോ ഇത്? ഒരു ഫോൺ വിളിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലെന്ന് വെച്ചാ? ഇതിനകത്തുള്ള എല്ലാ സെൽഫോൺസും എല്ലാവരുടെയും കളക്ട് ചെയ്യാം. ഇതിനകത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷനും പുറത്തേക്ക് പോകാൻ പാടില്ല. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. Give me your phone. Fast. Give me the phone. Take it. Get me your mobiles. Give all your phones. You too. Give me. Come on, give. No, you can't keep it. Just give me I the have phone, your phones. please. Yeah, you. Give me. Hello. Please. You have a phone? അച്ഛോ, ഫോൺ എടുക്ക്. കുഞ്ഞേ, ഇതുകൊണ്ട് അച്ഛൻ ഒരുപാട് ആവശ്യങ്ങളുള്ളതാ. ഇത് നിനക്ക് വേണോ? പേടിക്കണ്ടച്ചോ, ഇതിലേക്ക് ഇപ്പൊ ദൈവവിളിയൊന്നും വരാൻ പോകുന്നില്ല. വന്നാൽ തന്നെ അച്ഛൻ പരിധിക്ക് പുറത്താണെന്ന് പറഞ്ഞോളൂ. ഇത് എന്റെ ഇരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Same to you. Mobiles, please. Yeah. Yours. Sir, please. Phone. Sir, എനിക്കൊരു ഇമ്പോർട്ടന്റ് കോൾ വരാനുള്ളത്. important ആണെങ്കിൽ വന്നോളും. Please give me a phone. Sir, please, sir. Your mobile. ആ ഫോൺ എനിക്ക് താ സർ. ഇങ്ങോട്ട് മാറിക്കോളൂ. സർ, ആ ഫോൺ മേടിച്ചാ സർ. പ്ലീസ് പ്ലീസ് സർ, ആ ഫോൺ മേടിച്ചാ പ്ലീസ് സർ. Switch off. In fact, switch all of them off. Sir. അതെ, നിങ്ങളെല്ലാരും ഇങ്ങനെ നിൽക്കണമെന്നില്ല, ഇരിക്കാം. എടോ, നിങ്ങളോടാ പറഞ്ഞത് അവിടെ ഇരിക്കണോ? എല്ലാരും ഇരിക്കവിടെ.
അദ്ദേഹത്തിന്റെ ബോഡി ഇനി ഇവിടെ എങ്ങനെ ഇട്ടേക്കുന്നത് ശരിയാണോ? ഒരു മൃതദേഹത്തോട് കാണിക്കേണ്ട ചില മര്യാദകളൊക്കെ ഇല്ലേ? ഓക്കെ ഓക്കെ, യു ജസ്റ്റ് സ്റ്റാൻഡ് ദ മെൻ. ഐ വിൽ വെയിറ്റ്. ഇവിടെ ഒരു മർഡറല്ലേ നടന്നിരിക്കുന്നത് അച്ചോ, അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ? എന്നാലും വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ദേ, യെസ് സർ. സർ, നിങ്ങളുടെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കാതെയാണെന്ന് വിചാരിക്കരുത്. ബട്ട് വി ഹാവ് നോ അതർ ഓപ്ഷൻ. അജയ്ക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് ഇല്ല. സർ, ഒന്ന് പുറത്തേക്ക് വരാമോ പ്ലീസ്? ടേക്ക് കെയർ ഓഫ് ഹർ. നിങ്ങളുടെ മകന്റെ കൊലയാളി ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആരോ ഒരാളാണ്. ഇവിടെ കൂടി നിൽക്കുന്ന ആരെയെങ്കിലും മുമ്പേ കണ്ടതായി ഓർക്കുന്നുണ്ടോ? ടേക്ക് യുവർ ടൈം, ജസ്റ്റ് ഒബ്സർവ്. ഇല്ല. നിങ്ങൾക്ക് പരിചയമുള്ള അജയുടെ സുഹൃത്തുക്കൾ ആരും ഇക്കൂട്ടത്തിലില്ല? ഇല്ല സർ. എന്റെ മകന്റെ ജീവനെടുത്തവർ ഈ കൂട്ടത്തിൽ ആരായിരുന്നാലും അവർ രക്ഷപ്പെട്ടുകൂടാ. അവര് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഞങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവൻ തകർത്തത്. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് സർ. ശിക്ഷിക്കണം സർ, ശിക്ഷിക്കണം. റിലാക്സ്, റിലാക്സ്. അതാരാണെന്ന് വെച്ചാ ഞങ്ങൾ കണ്ടുപിടിക്കും. ആ ഉറപ്പ് ഞാൻ തരുന്നു. റിലാക്സ്. Take it out. Get this number and trace the call. സർ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്ര കണക്ഷനാ? അപ്പൻ അറിഞ്ഞുകൊണ്ടൊരു കണക്ഷൻ, അപ്പൻ അറിയാതൊരു കണക്ഷൻ, കാമുകൻ അറിഞ്ഞുകൊണ്ടൊരു കണക്ഷൻ, കാമുകൻ അറിയാതൊരു കണക്ഷൻ. ഈ ഇത്രയും കണക്ഷൻ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാലേ നിന്റെ നെറ്റ്വർക്ക് മൊത്തം ജാമായി പോകില്ലടി മോളെ. എത്രയടി നിന്റെ അഡീഷണൽ നമ്പർ? സർ, പെൻ. കൊല്ലക്കടയിൽ സൂചി വെക്കല്ല മോനെ, എന്റെ ഉണ്ട്. പറയടി. 9895 94 3865. ടോൾ ഫ്രീ ഒന്നും അല്ലല്ലോ അല്ലേ? എന്താ നിന്റെ പേര്? പൂജ. പൂജ. ഇവരക്കാരാ പൂജാരിമാരാ? അല്ല, ഫ്രണ്ട്സാ. ഈ അജയ് വാസുദേവനെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല സർ. കള്ളം പറയരുത്. സത്യ സർ, ഞങ്ങൾ ആദ്യമായിട്ടാ അയാളോട് വെച്ച് കാണുന്നത്. കൊല്ലപ്പെടുന്നതിന് കുറച്ചു മുമ്പ് നിങ്ങളും അജയും തമ്മിലുണ്ടായ സ്ട്രഗിൾ എന്തിനു വേണ്ടിയായിരുന്നു? അത് നിങ്ങൾ തമ്മിലുള്ള സ്ട്രഗിൾ കഴിഞ്ഞ് നിമിഷങ്ങൾക്കകമാണ് അയാൾ കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായും സംശയത്തിന്റെ മന നിങ്ങളിലേക്കൊക്കെ നീളും. ആൻഡ് ദാറ്റ്സ് വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. സോ ടെൽ മീ, എന്തിനായിരുന്നു ആ സ്ട്രഗിൾ? ഞാൻ പറയാം സർ. എന്റെ പെർമിഷൻ ഇല്ലാതെ അയാൾ എന്റെ ചില ഫോട്ടോസ് എടുത്തു ഇവിടെ വെച്ച്. ഇൻ റോങ് ആംഗിൾസ്. ഇത് ഫിൽ ചെയ്തു. ഇവിടെ ഒരു സൈൻ ചെയ്തു. ഓക്കെ.
എന്താ ചെയ്യുന്നേ? You're very wild, yeah. Hey, I need one more. താൻ എന്തേ കാണിക്കുന്നേ? Please. എടോ നിർത്താൻ. തന്നോട് നിർത്താനാ പറഞ്ഞേ. You're very sexy, yeah. Stop it, idiot. Please, da. എന്താ എന്ത് പറ്റി? ഇയാള് you are taking my photos. എന്താ? Just cool, yeah. സൗന്ദര്യം എവിടെ കണ്ടാലും ഒപ്പിയെടുക്കണം എന്റെ ഒരു ശീല. That's me, Ajay. താൻ ആരാലും ഞങ്ങൾക്ക് എന്താ പോക്കരുത് കാണിച്ച് വിവരം അറിയും. എന്ത് കാണിച്ചു നടാ? Hey, stupid rascal. നീ ഒന്ന് കാണിച്ചു. കൂട്ടത്തിലുള്ള പെണ്ണിന്റെ രക്ഷകരായി ഇവര് കയറി ഇടപെട്ടു അല്ലേ? അവിനാഷ് സർ, ഗെറ്റ് മീ അജയ്സ് സെൽഫോൺ. സർ. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നു? IBS ഇൻഫോടെക് കാക്കനാട്. എല്ലാരും ഒരുമിച്ച്? അതെ സർ. ഒരു ബാങ്ക് ലോണിന്റെ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നതെന്ന് പറഞ്ഞു. ആർക്ക് വേണ്ടി? സർ, എനിക്ക് വേണ്ടിയാ. സത്യം പറ, ആ സ്ട്രഗിളിന്റെ പക തീർക്കാൻ നിങ്ങളല്ലേ അജയ്യെ? നോ മാം, നിസാരമായ ഒരു ഇഷ്യൂ കാരണം യാതൊരു മുൻപരിചയമില്ലാത്ത ഒരാളെ ഞങ്ങൾ എന്തിനു കൊല്ലണം? മാത്രമല്ല ഒരാളെ കൊല്ലാനുള്ള മനക്കെട്ടിയൊന്നും ഞങ്ങൾക്കില്ല. അതിനർത്ഥം മനക്കെട്ടി ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നു എന്നാണോ? സാർ, അത് ഇവര് പൊയ്ക്കോട്ടെ അവിനാഷ്. സർ. സർ, സർ, അവരെങ്ങനെ വെറുതെ ഒന്നും കൂടെ ചോദിച്ചിരുന്നെങ്കിൽ. യെസ്, ഐ തിങ്ക് അവിനാഷ് ഇസ് റൈറ്റ്. അവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ ആർ സ്മാർട്ട്, ഇന്റലിജന്റ് ആൻഡ് വെൽ എഡ്യൂക്കേറ്റഡ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അജയുമായിട്ടൊരു സ്ട്രഗിൾ ഉണ്ടായ ശേഷം അവരിങ്ങനൊരു മർഡറിന് ഇവിടെ മുതിരില്ല. ബിക്കോസ് ദേ വെരി വെൽ നോ ദ കോൺസിക്വൻസസ്. ഓബ്വിയസ്ലി അവരെ മാത്രമേ എല്ലാവരും സംശയിക്കൂ. മാത്രമല്ല, ഒരുപക്ഷെ അവിനാശും രേവതിയും സംശയിക്കുന്ന പോലെ അവർക്ക് അജയോടൊരു പകയുണ്ടായിരുന്നെങ്കിൽ അവരത് ഈ ബാങ്കിൽ വെച്ച് തീർക്കോ? ഇറ്റ്സ് എ റയർ പോസിബിലിറ്റി. പുറത്തെവിടെയെങ്കിലും വെച്ചേ അവരത് ചെയ്യൂ. The killer is someone else. ഈ ബാങ്കിനകത്ത് നമ്മുടെയൊക്കെ കയ്യെത്തും ദൂരത്ത് ഒരു നിഷ്കളങ്കന്റെ മുഖം മൂടിയണിഞ്ഞ് അയാളുണ്ട്. What is it? സർ, എനിക്ക് അത്യാവശ്യം കോൾ വരാണ് സർ. പ്ലീസ് പ്ലീസ് സർ. ഇവിടെ നിൽക്കുന്ന ഇത്രയും പേർക്ക് ഫോൺ വേണ്ട, നിനക്ക് മാത്രം വേണോ അല്ലേ? നീ ആരാ കുലം കുത്തിയ? Try to understand my situation, sir. Please, please, sir. എനിക്ക് ഫോൺ വേണം. പ്ലീസ് പ്ലീസ് സർ, പ്ലീസ്. എനിക്ക് അർജന്റ് കോൾ വരാണ്. Please keep silence. പ്ലീസ് സർ, പ്ലീസ് സർ, പ്ലീസ്. വണക്കം സാറേ, മുമ്പ് പറഞ്ഞു തന്നെ ആവർത്തിക്കുക. കൃത്യം 1 മണിക്ക് ഡീൽ പറഞ്ഞ് ഉറപ്പിച്ചത് പ്രകാരം 2 കോടി രൂപ മുറിഞ്ഞപ്പുഴ പാലത്തിനടുത്തുള്ള വെങ്കിടേശ്വര മില്ലിൽ എത്തിച്ചില്ലെങ്കിൽ 1:05 നിങ്ങളുടെ കുഞ്ഞിന്റെ ശവം കാണേണ്ടി വരും. സമയം ഇനി അധികമില്ല. സർ, പ്ലീസ് സർ, മൈ ഡോട്ടർ. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം സർ. പ്ലീസ് പ്ലീസ് സർ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം സർ. പ്ലീസ് സർ, എന്റെ മോളെ രക്ഷിക്കണം സർ. എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം സർ. പ്ലീസ്. The last thing I want now is a ransom crisis. It's getting worse. ഇവിടുന്ന് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്തു? Around 10 kilometers, sir. 10 kilometers in this traffic, it's almost impossible. ഇനിയിപ്പോ എന്താ ചെയ്യാ? സർ, നമുക്ക് അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ അറിയിച്ചാലോ? ഈ ലോക്കൽ പോലീസിന് അറിയിക്കും നടക്കില്ല. അവരത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറയാനാവില്ല. ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റുമോ? There is only one person who can possibly do this. It is Siddharth Menon. കൊച്ചി ലിമോ ബാങ്കിനകത്ത് ഇന്ന് രാവിലെ നടന്ന കൊലപാതകത്തിൽ തുമ്മുണ്ടാക്കുന്നതിനായി പോലീസ് ബാങ്ക് ഇടപാടുകാരെ ആരെയും പുറത്തുവിടാതെ പ്രതിയെ തിരയുകയാണ്. പല ആവശ്യങ്ങൾക്കായി വന്ന നിരവധി ആളുകൾ ബാങ്കിൽ കുടുങ്ങിയിരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രാഥമിക നിഗമനം. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാ അയാളെ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വിട്ടത്? കുറച്ചു മുമ്പ് ഞാൻ പോകാൻ വേണ്ടി ചോദിച്ചപ്പോ ആകാശം ഇടിഞ്ഞു വീണാലും വിടില്ലാന്ന് പറഞ്ഞ ആളാ. ഇപ്പൊ എന്ത് പറ്റി? സർ, അയാളുടെ മോള്. എന്ത് മോള്? അയാൾക്ക് മാത്രമേ മോളുള്ളൂ, എനിക്കുണ്ടൊരു മോള്. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവനെ കൊലയാളിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാളല്ല കൊലയാളിയെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? എന്താ മിസ്റ്റർ, ഉത്തരം മുട്ടിയോ?
നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇവിടെ ഒരുത്തൻ ചത്തതിന്റെ പേരിൽ ഈ കാണുന്ന എല്ലാവരും ഇവിടെ പിടിച്ചു നിർത്താൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയല്ലോ. ഇതുവരെ നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ അത്യാവശ്യങ്ങളുള്ളതാ. അതുകൊണ്ട് നിങ്ങൾ കൊന്നവനെ പിടിക്കോ പിടിക്കാതിരിക്കോ എന്താന്ന് വെച്ചായിക്കോ. പക്ഷേ അതല്ല ഞങ്ങളെ പുറത്തിറക്കി വിട്ടതിന് ശേഷം മതി. ഇനിയും നിങ്ങളുടെ ഈ ദാർഷ്ട്യം സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഒരു മറയില്ലെന്ന് എന്താ ഉറപ്പ്? മർഡർ നടക്കുമ്പോ താനും കൂടെ ഉണ്ടായിരുന്നു. താൻ തന്നെ കൊല ചെയ്തിട്ട് അത് മറക്കാൻ ഞങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ആര് കണ്ടു? പോലീസല്ലേ. ആടിനെ പട്ടിയാക്കാം, പട്ടിയെ പൂച്ചയാക്കാം. ഫെർണാണ്ടസേ, നിങ്ങളൊരു സത്യക്രിസ്ത്യാനിയല്ലേ? ഇങ്ങനെ പ്രകോപിതനാകാതിരിക്കൂ. സിറ്റുവേഷന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള ഒരു പക്വത നിങ്ങൾക്കില്ലേ? ഇവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, നമ്മൾ അവരെ തടസ്സപ്പെടുത്തരുത്. സാറിന്റെ ഡ്യൂട്ടി നടക്കട്ടെ. അച്ഛൻ പറഞ്ഞത് കേട്ടായിരുന്നു, പ്രകോപിതനാവരുത്. ഇടിക്കുളേ, സാറ് പ്രകോപിതനാവാൻ നോക്കൂ. അവിനാഷ്, വിൽ സീ ദി ജനറേറ്റർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. സെയിം ടു യു. ഞങ്ങളുടെ കൂതാശ തുടർന്നോട്ടെ അച്ചോ. തുടർന്നോളൂ. താങ്ക് യു. ഈ ജനറേറ്റർ റൂം എവിടെയാ? റിസപ്ഷൻ ഏരിയ റൈറ്റാ. സർ, എന്താ സർ കാര്യം? Come with me. ഈ ബാങ്കിനുള്ളിൽ കറണ്ട് പോയാൽ ഓട്ടോമാറ്റിക്കലി ഇവിടുള്ള ജനറേറ്റർ ഓൺ ആവേണ്ടതല്ലേ? അതെ സർ. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ ജനറേറ്റർ കംപ്ലൈന്റ് ആണ്. ഇന്ന് വൈകുന്നേരം ശരിയാവും സർ. ഇടിക്കുള, ഈ ബാങ്കിന് ചുറ്റുമുള്ള ബിൽഡിംഗ്സിൽ എവിടെയെങ്കിലും കറണ്ട് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. രേവതി, ഐ എം സ്വിച്ചിങ് ഓഫ് ദ പവർ ഫോർ എ മൊമെന്റ്. ഓക്കെ? യെസ് ശ്രാവൺ. ഇതിലേതാ? ഇതാണ് സർ. അത് ഓഫ് ചെയ്ത്. രേവതി, എവറിഥിങ് ഓക്കെ? ഓക്കെ. ഇടിക്കുള സർ, രാവിലെ മുതൽ ഇതുവരെ ഒരിടത്തും കറണ്ട് പോയിട്ടില്ല. ഓക്കെ സർ, ദാറ്റ്സ് ഇറ്റ്. കം സർ. ക്യാമറ കംപ്ലൈന്റ്, ജനറേറ്റർ കംപ്ലൈന്റ്, ഇനി വേറെ വല്ല കംപ്ലൈന്റ് ഉണ്ടോ? ഈ കറണ്ട് പോയ സമയത്ത് താൻ ഇവിടെ ഇല്ലായിരുന്നു? ഇല്ലായിരുന്നു സർ. എവിടെ പോയി? ഞാൻ കാപ്പ് കുടിക്കാൻ പുറത്തു വന്നിരുന്നു സർ. എവിടെ? നമ്മുടെ റിഫ്രഷ്മെന്റ് ഏരിയയിലാണ് സർ. ഞങ്ങൾ അന്വേഷിക്കും. താനീ പറഞ്ഞൊക്കെ സത്യമല്ലെന്ന് തെളിഞ്ഞ? സത്യമാണ് സർ. ഞാൻ കാപ്പ് കുടിക്കാൻ തന്നെ പോയിരുന്നു സർ. ഈ ബിൽഡിംഗിലെ പവർ സപ്ലൈ മാത്രം ആരോ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണ്. ആരായിരിക്കും അത്? 20 സെക്കൻഡ് നേരമാണ് കറണ്ട് പോയിരിക്കുന്നത്. ഈ 20 സെക്കൻഡിനുള്ളിൽ കൊലയാളി ജനറേറ്റർ റൂമിൽ ചെന്ന് പവർ ഓഫ് ആക്കി വീണ്ടും തിരിച്ചിവിടെ വന്ന് ഒരു മർഡർ നടത്തി വീണ്ടും ജനറേറ്റർ റൂമിലെത്തി പവർ ഓൺ ആക്കുക. ഇറ്റ്സ് ഇംപോസിബിൾ. കൊലയാളിയുടെ കൂടെ ഒരു സഹായി ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അയാൾ പവർ ഓഫ് ആക്കിയതായിക്കൂടെ? യെസ്, ദാറ്റ്സ് ഇറ്റ്. മറ്റൊരാളുണ്ട്, ഈ ബാങ്കിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാൾ. ഈ ബാങ്കിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? സർ, ഞാൻ ഉൾപ്പെടെ 20 പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 4 പേര് ഇന്ന് ലീവിലാണ്. ബാക്കിയുള്ളവർ മുഴുവൻ എനിക്കൊന്ന് കാണണം. നമുക്ക് വേണ്ട ഒരു ട്വിസ്റ്റുമായി ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഇവിടെ ഉണ്ടാവും. എന്താ തന്റെ പേര്? രവി. ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ഈ ബ്രാഞ്ചിലെ പിയൂണാ. ഞാൻ നിരപരാധിയാ മാഡം, എനിക്കൊന്നും അറിയില്ല. എന്തറിയില്ലെന്ന്? അല്ല, ഇവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. അതിനെ തനിക്ക് അറിയാമോന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെന്താ, കൊല്ലപ്പെട്ട അജയെ തനിക്ക് പരിചയമുണ്ടോ? ഇല്ല മാഡം. എന്താ പേര്? ലക്ഷ്മി. ലക്ഷ്മി ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, പുറത്ത് അച്ഛനും അനിയനും ഉണ്ട്. എന്താ അവര് പുറത്ത് നിൽക്കുന്നത്? അത് പ്രിയ ലാൽ അല്ലേ? അതെ സർ. കറണ്ട് പോയ സമയത്ത് പ്രിയ റിസപ്ഷനിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സർ. താനും ഡ്യൂട്ടിയിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു സർ. റിസപ്ഷനിൽ ഇരിക്കുമ്പോ പ്രിയയ്ക്ക് മെയിൻ ഹാളിലേക്കും ജനറേറ്റർ റൂമിലേക്കും കോഫി ഷോപ്പിലേക്കും ബാങ്കിന്റെ പുറത്തേക്കും പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റില്ലേ? പറ്റും സർ. എന്ന് പറയൂ, കറണ്ട് പോയതിന് മുമ്പോ അതിനുശേഷമോ ജനറേറ്റർ റൂമിന്റെ അകത്തേക്കോ പുറത്തേക്കോ ആരെങ്കിലും പോയതായി പ്രിയ കണ്ടോ? ടെൽ മീ. ഇല്ല സർ. താൻ കണ്ടോ? ഇല്ല സർ. നിങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ ഉണ്ടായിരുന്നേ, എന്നിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞാൽ? അത് സാർ, ഞാൻ ഫോൺ. എങ്ങനെ കാണും സാറേ? ഞാൻ വന്നപ്പോ മുതൽ ഇവര് രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നതാ. ഈ ബാങ്കുകാരറിയാതെ ഈ സെക്യൂരിറ്റിയും റിസപ്ഷനിസ്റ്റും കൂടെ ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയോന്നൊരു സംശയമുണ്ട്. കറണ്ട് പോയപ്പോ ഒരു കറണ്ട് അക്കൗണ്ട് തുടങ്ങി കാണും അല്ലേ? സത്യം പറഞ്ഞി, നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞോണ്ടല്ലേ ഈ കളി? അല്ല സാർ. മാഡം, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ? ഞാൻ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യാൻ വന്ന വിവരം ഹസ്ബൻഡിന് അറിയില്ല. ഉച്ചയ്ക്ക് അദ്ദേഹം ഓഫീസ് കഴിഞ്ഞെത്തുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തണം. പ്ലീസ് മാഡം, എന്നെ ഒന്ന് പുറത്തേക്ക് വിടുവോ? സോറി, ആരെയും പുറത്തേക്ക് വിടാറായിട്ടില്ല. മാഡം, എന്റെ ഹസ്ബൻഡ്.
മനസ്സിലായി. സി ഐ കൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ബട്ട് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, നിങ്ങളെ ആരെയും ഇപ്പൊ പുറത്തേക്ക് വിടാൻ സാധിക്കില്ല. റിമെമ്പർ വൺ തിങ്, ലക്ഷ്മി അടക്കം ഇവിടെയുള്ള എല്ലാവരും സംശയത്തിന് നിഴലില്ല. കുറച്ചു നേരം കൂടെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. യുവർ ഐ ഡി കാർഡ്? ഐ ഡി കാർഡ് എടുത്തിട്ടില്ല സാർ. പാസ്ബുക്ക്, DD, ചെക്ക്, പേയിങ് സ്ലിപ്പ്, എനിത്തിങ്? നോ സർ. എന്താ അയാളുടെ പേര്? പ്രകാശ്. പ്രകാശ് എന്തിനാ ബാങ്കിൽ വന്നേ? അത് ഞാൻ എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് പറടാ. ഞാൻ ഇവന്റെ കൂടെ വന്നതാ സാർ. ഇവൻ പറഞ്ഞ ശരിയാണോ? അതെ സാർ, ഞങ്ങള് ഫ്രണ്ട്സാ. ആയിക്കോട്ടോ. തന്റെ പേരെന്താ? വിഷ്ണു. വിഷ്ണുവിനെ കൊല്ലപ്പെട്ട അജയ് വാസുദേവനെ അറിയോ? ഇല്ല സർ. ശരി, വിഷ്ണു എന്തിനാ ബാങ്കിലേക്ക് വന്നേ? സർ അത് ഞാൻ എന്താണ് നിനക്ക് പറയാത്രയും മടി? അവിനാഷ് കൂൾ കൂൾ. ഈ ബാങ്കുമായുള്ള തന്റെ ബന്ധം വെളിപ്പെടുത്തുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ തന്റെ കയ്യിൽ? എനിത്തിങ് ദാറ്റ് യു കൻ ഫർണിഷ് റൈറ്റ് നൗ? ഇല്ല സർ. പിന്നെ എന്തിനാ നീ ബാങ്കിൽ വന്നത്? കപ്പയും പൊട്ടി തിന്നാനാ? പറയാ സർ, ഞാൻ ഇവന്റെ കൂടെ വന്നത്. ആണോടാ? അതെ സർ. ഇവന്റെ കൂടെ നീ വന്ന്, നിന്റെ കൂടെ ഇവൻ വന്ന്. ഇനി നിന്റെ കൂടെ ആര് വരും? ഞാൻ വന്നോ കൂടെ? വേണ്ട സർ. നീ എന്തോലെത്താനാടാ ബാങ്കിൽ വന്നത്? വേറെ ആരൊക്കെ കൂടെ? വേറെ ആരില്ല സർ. ഉറപ്പാണോ നിനക്കത്? ഒരു കാര്യമില്ലാതെ ഒരാൾ ബാങ്കിൽ വരും. സംതിങ് ഇസ് റോങ് സംവെയർ. എന്താടോ, എന്താ കാര്യം? അല്ല സർ, ഞാൻ വെറുതെ വന്നതാ. ഇവനെ കണ്ടാൽ അറിയാ സാറേ ഇവന്മാർക്ക് ഈ കൊലപാതകമായിട്ട് ബന്ധമുണ്ടെന്ന്. ഇവനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ പറ്റൂല സാറേ. ഒരു 10 മിനിറ്റ് എനിക്കിതാ, ഞാൻ പറയിപ്പിക്കാം. പറടാ, ഈ കൊലപാതകമായിട്ട് നിനക്ക് എന്താടാ ബന്ധം? ഒരു ബന്ധമില്ല സർ. ഒരു ബാങ്കിനുള്ളിലേക്ക് ഒരാൾ വരണമെങ്കിൽ there can be many possibilities. ഒരു ജീവനക്കാരന് വരാൻ, ജീവനക്കാരനെ കാണാൻ വരാം. ഒരു കസ്റ്റമറിന് വരാം, കസ്റ്റമറുടെ കൂടെ ആർക്കെങ്കിലും വരാം. ഒഫീഷ്യലോ നോൺ ഒഫീഷ്യലോ ആയിട്ടുള്ള പർപ്പസിന് ആർക്ക് വേണമെങ്കിലും വരാം. ബട്ട് there should be a purpose. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ താൻ പെടുവോ? ഇല്ല. ഒരു കാറ്റഗറിയിൽ ഇവർ രണ്ടുപേരും പെടുത്താം. കാരണം ഇവർ രണ്ടുപേരും തന്റെ കൂടെ വന്നവരാണ്. ഒരുപക്ഷെ ഇവര് പറഞ്ഞത് ശരിയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ എന്തിനു വന്നു എന്ന ചോദ്യത്തിന് യു ഗോട്ട് ആൻസർ മീ. കം ഓൺ മാൻ, സ്പീക്ക്. പറയടാ, കൊല്ലപ്പെട്ട അജയ് വാസുദേവനെ നിനക്ക് എന്ത് ബന്ധം? നീയൊക്കെ അല്ലേ ഈ മർഡറിന്റെ പിന്നിൽ? അയാളെ കൊല്ലാൻ വേണ്ടിയല്ലടാ നീയൊക്കെ ബാങ്കിൽ വന്നത്? ഇല്ല സർ, ഇല്ല സർ. പിന്നെ നീ എന്തിനടാ അവിടെ വന്ന? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടിയാ. ഞങ്ങളുടെ ബന്ധം വീട്ടുകാർ അറിഞ്ഞപ്പോ ഒളിച്ചോടി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വന്നതാ. ഹലോ, ഒളിച്ചോടി രജിസ്റ്റർ മാരേജ് നടത്താൻ വന്നത് ബാങ്കിലാ. നീ എന്താ ലോൺ എടുത്ത് കല്യാണം കഴിക്കാൻ പോവാ? നിനക്കെന്താ വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലേ? നിന്റെ വിട്. എന്നിട്ടാ പെൺകുട്ടിയോടെ പച്ചക്കള്ള ഇവൻ പറയുന്നത്. എന്റെ മോൾക്ക് ഇവനെ അറിയ പോലുമില്ല. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇയാള് പറയുന്നത് സത്യമാണോ? അല്ല സർ, ഞങ്ങൾ തമ്മിൽ സ്നേഹത്തില. സംശയം ഉണ്ടെങ്കിൽ സാറിന് മരണോട് തന്നെ ചോദിക്കാം. നായിന്റെ മോനെ, എന്റെ മോളെ പറ്റി വേണ്ടാതിനും പറഞ്ഞാലുണ്ടല്ലോ വെച്ചേക്കില്ല നിന്നെ. അറിയില്ല നിനക്കെന്നെ. എനിക്ക് ഉറപ്പാ സാർ, അയാളെ കൊന്നത് ഇവൻ തന്നെയാ. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഇവന്റെ പുതിയ അടവാ. ഇവനെ കൊണ്ട് ഞാൻ സാധിപ്പിക്കും. തൊട്ടുപോരുന്നേ. അയാള് പറഞ്ഞ സത്യമാണോ? അതെ. ഇൻവെസ്റ്റിഗേഷന്റെ ഇടയ്ക്ക് ഒരു ലവ് ട്രാക്ക് കൊള്ളാം. ഈ സ്ത്രീധനം കിട്ടുന്ന കാശേ ഈ ബാങ്കിൽ തന്നെ ഇട്ടേക്ക്. നല്ല ഇൻട്രസ്റ്റ് കിട്ടും. ഇത്തരമൊരു സിറ്റുവേഷനിൽ ഏതൊരു അച്ഛൻ ചെയ്യുന്നത് സാറും ചെയ്യുന്നുള്ളൂ. പക്ഷേ സാറിന്റെ ഈ പേഴ്സണൽ മാറ്റർ തീർക്കുകയല്ല ഇവിടെ പ്രധാനം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. വി നീഡ് ടു പ്രൂവ് എ കോൾഡ് ബ്ലഡഡ് മർഡർ. അവിനാഷ്, മോളുടെ കല്യാണത്തിന് ആ റവന്യൂ മിനിസ്റ്റർ വരുമോ? പട്ടയത്തിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാന്. റിലാക്സ്. ID card. Your IDs, please. തന്റെ ഐഡന്റിറ്റി വെളിവാക്കുന്ന എന്തെങ്കിലും തന്റെ കയ്യിലുണ്ടോ എന്നാണ് ഈ ചോദിച്ചത്. എടാ, നിന്റെ അടുത്താ ചോദിച്ചത് കൊടുക്കാൻ. What's wrong with you, man? നീ എന്താണ് ഈ രണ്ടാം മേട പോലെ കുടുങ്ങി കുടുങ്ങി നിൽക്കണത്? വാതോർന്ന് പറയടാ, വെറുതെ കൈക്ക് പണി ഉണ്ടാക്കാതെ. Give me a bag. Give me a bag.
എന്താ ഓഫീസർ, ഈ ഒരു ടെസ്റ്റ് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? യെസ്, ഐ എം സൽമാൻ നസ്രുദ്ദീൻ. ഈ റോബറിയുടെ മാസ്റ്റർ പ്ലാൻ എന്റെയാണ്. അത് തകർക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അവരെയും വിട്ടരെ. സ്റ്റോപ്പ് ഇറ്റ്. നോ, ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ ഇവളടക്കം പലരുടെയും ജീവൻ ഞങ്ങൾ എടുക്കും. ലീവ് ദം. ഇറ്റ് ഈസ് ബെറ്റർ ടു ഒബേ മീ. വിടാൻ. ഓക്കെ, ലീവ്. അവിനാഷ്, കുറച്ചു മുമ്പ് ബാംഗ്ലൂരിൽ നിന്നും വെടിവെച്ച് കേട്ടു. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. ലിംബോ ബാങ്കിന്റെ കൊച്ചി ശാഖയിൽ നടന്ന എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. വെടിശബ്ദം കേട്ടുകൊണ്ട് ജനങ്ങളാകെ പരിഭ്രാന്തരായിരിക്കുകയാണ്. 3 പ്രാവശ്യം നിറയൊഴിച്ച് വെടിവെച്ച് ഇപ്പോൾ കേട്ടോ. എന്തായാലും സംശയിക്കപ്പെടുന്നുണ്ട്. നോ ഐ വിറ്റ്നസ്, നോ ക്യാമറ റെക്കോർഡ്സ്. തെളിവായി ആകെ ഉള്ളത് ഒരു പാതി കഷ്ണം ബ്ലേഡ് മാത്രം. സർ, ദിസ് ഇസ് ബിക്കമിംഗ് എ ബാഫ്ലിംഗ് കേസ്. Indeed, it's a baffling case. കൊലയാളിയും കൊല്ലപ്പെട്ടവനും പോലീസും ഒരൊറ്റ കുടക്കീഴിൽ മുഖാമുഖം. ഇതിനുള്ളിൽ ഇറ്റ്സ് എ റയർ കേസ്. ബട്ട് ആ റയറിറ്റി തന്നെയല്ലേ അവിനാശേ അതിന്റെ ഒരു ത്രിൽ. ഇത്രയും ആൾക്കാരുടെ പ്രസൻസിൽ ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത് അയാൾ എന്തിനാ ഇത് ചെയ്തത്? പിന്നെ സാർ, സാധാ ഒരു ബ്ലേഡ് ഉപയോഗിച്ചാണ് അയാൾ ഇത് ചെയ്തത്. യെസ്, വൈ ദ ബ്ലേഡ് ആസ് എ മർഡർ വെപ്പൺ? ദർ ഇസ് വൺ പോസിബിൾ എക്സ്പ്ലനേഷൻ. അയാൾക്ക് മർഡർ ചെയ്യാനുള്ള ഇന്റന്റ്, പ്രേരണ, അതുണ്ടായിട്ടുള്ളത് ഈ ബാങ്കിനുള്ളിൽ വെച്ചാണ്. അപ്പൊ കൈ കിട്ടിയ എന്തെങ്കിലും ഒരു സാധനം, വളരെ ഹാൻഡിയായി കിട്ടിയ ഒരു ബ്ലേഡ്, ഹി യൂസ്ഡ് ഇറ്റ്. So, there is one thing for sure. This is not a pre-planned murder. Exactly, sir. That strengthens my suspicion. I suspect the involvement of a bank staff. ഞാൻ ഇപ്പോഴും ഇവിടുത്തെ സ്റ്റാഫുകളുടെ മൊഴിയിൽ കൺവിൻസ് അല്ല. സർ, ഒന്നുകിൽ 2 സ്റ്റാഫ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഒരു സ്റ്റാഫും ഒരു ഔട്ട്സൈഡറും. ഏതായാലും ഒരു ബാങ്ക് സ്റ്റാഫിന്റെ കൂടി ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഈ മർഡർ സാധ്യമല്ല. You've got a point there. ഇവിടുത്തെ കമ്പ്യൂട്ടർ ഡേറ്റാബേസിൽ ഇവിടുത്തെ സ്റ്റാഫിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടാവും. Check it one by one. വിശ്വഭാരതി കോളേജ്, വാഴക്കുളം. ഇത് കൊല്ലപ്പെട്ട അജയുടെ സർട്ടിഫിക്കറ്റ്സ്. 2008 വാഴക്കുളം വിശ്വഭാരതി കോളേജിൽ നിന്നും പാസ് ഔട്ട്. ഇനി രവിയുടെ പ്രൊഫൈൽ, അതായത് രവിയുടെ ബാങ്കിൽ ഏൽപ്പിച്ച ഡീറ്റെയിൽസ് ഞങ്ങൾ പരിശോധിച്ചു. അപ്പൊ തന്റെ ജാതകം പതുക്കെ തെളിയുന്നു. രവി വാഴക്കുളത്തെ വിശ്വഭാരതി കോളേജിൽ നിന്നും 2008 ഒരേ സമയം പാസ് ഔട്ട് ആയവരാണ് കൊല്ലപ്പെട്ടവനും
കൊലയാളിയും. ഇനിയും നിനക്ക് അജയ് വാസുദേവനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സത്യം പറഞ്ഞ അജയനെ കൊന്ന നീയല്ലേ? അല്ല സാർ, എനിക്കൊന്നും അറിയില്ല. വീണ്ടും വീണ്ടും താൻ നുണ പറയാണ്. സത്യ സാറേ, ഒരേ കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാ. 2-3 വട്ടം കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയമില്ല. അന്ന് ഞങ്ങള് വേറെ വേറെ ബാച്ചുകളായിരുന്നു. പിന്നെന്തിനാ വെറുതെ ആദ്യം കള്ളം പറഞ്ഞേ അറിയില്ല എന്നൊക്കെ? അല്ല, അത് പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്. എങ്ങനെയുള്ള സിറ്റുവേഷൻ? കോളേജിൽ വെച്ചുള്ള ശത്രുവിനെ ഇവിടെ വെച്ച് ഇന്ന് നീ കണ്ടുമുട്ടുന്നു. ഇവിടെ നിന്നും കൃത്യം 1:30ക്കുള്ള ഫ്ലൈറ്റിൽ ഓസ്ട്രേലിയക്ക് പോയാൽ അജയെ പിന്നെ കിട്ടാൻ പാടാണെന്ന് മനസ്സിലാക്കിയ നീ ആ പഴയ പക തീർക്കാൻ അതിവിദഗ്ധമായ അയാളെ നീ കൊന്നു. അതല്ലടാ സത്യം. ഇനിയും ഒന്നും ഒളിക്കാൻ ശ്രമിക്കേണ്ട രവി, നീ കുടുങ്ങി. സത്യം സമ്മതിക്കാതെ നിന്റെ മുന്നിൽ വേറെ വഴിയില്ല. നോ, ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. സോച്യം സർ, ഇതെന്ത് ഫോട്ടോടാ? ഊര നോക്കട്ടെ. This may be part of the same blade or may not be. നമ്മുടെ ഒരു assumption ആണ്. Let's go with it. Sir, your phone is not reachable. Is it? Sir, he is right in front of me. Can I give him? Sir, DGP. Yes, sir. So we are right on track, sir. We just need some more time. That I will tell you, sir. Get me those updates. Sir. Yes, Ravan. അപ്പൊ കൊലയാളി നീ തന്നെയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി. ഇനി നിനക്ക് വേണ്ടി കൃത്യസമയത്ത് ഈ ബാങ്ക് ഇരുട്ടിലാക്കിയത് ആരാണെന്ന് നീ തന്നെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇല്ല സാറേ, ഞാൻ കൊന്നിട്ടില്ല. പിന്നെ കൊല്ലാൻ ഉപയോഗിച്ച ബ്ലേഡിന്റെ ഈ പകുതി മുറി നിന്റെ പോക്കറ്റിൽ എങ്ങനെ വന്നു? സർ, എക്സ്ക്യൂസ് മീ. യെസ് സർ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിയെ കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ വെറുതെ വിടണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അവരെക്കാളൊക്കെ തിടുക്കം മാനേജർ സാറിനാണെന്ന് തോന്നുന്നല്ലോ. സർ പ്ലീസ്. പ്രതിയെ കിട്ടിയത് കൊണ്ട് മാത്രമായില്ലല്ലോ മിസ്റ്റർ റോയ്. കറണ്ട് പോയതിനു മുമ്പും കറണ്ട് പോയ ശേഷവും മെയിൻ ഹാളിൽ തന്നെ ഉണ്ടായിരുന്ന ഈ രവി കറണ്ട് പോയ സമയത്ത് എങ്ങനെ ജനറേറ്റർ റൂമിൽ ചെന്ന് പവർ ഓഫ് ചെയ്ത് തിരിച്ചു വരും? അപ്പോ രവിക്കൊരു സഹായിയുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആരോ ഒരാൾ. അതാരാണെന്ന് രവി തന്നെ പറയും. പറ രവി. ഇത്രയും പേരെ ഇനി നിർത്തിയിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. സാർ, എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ ക്യാഷ് അതെന്റെ അല്ല സാർ. എന്താടാ നിന്റെ പോക്കറ്റിൽ നിൽക്കിയ കാശ് നിന്റെതല്ലെങ്കിൽ പിന്നെ ആരുടെയാടാ? എനിക്കൊരാൾ തന്നതാണ്. ആര് തന്നു? പറഞ്ഞോളൂ രവി. ജോൺ സാർ. ഇക്കൂട്ടത്തിൽ ആരാ നിന്റെ ജോൺ സാറ്?
രവി വെയിറ്റ് എന്റെ DD മാറി. മറ്റന്നാൾ ഞാൻ നാട്ടിലേക്ക് പോവാ. ഹോളിഡേയ്സിലും വരുമല്ലേ, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ. ദാ ഇതിരിക്കട്ടെ. അയ്യോ വേണ്ട സാർ. കം ഓൺ മാൻ, മോളുടെ ബർത്ത്ഡേക്ക് എനിക്ക് വരാൻ പറ്റിയില്ല. അവർക്ക് സ്വീറ്റ്സോ ചോക്ലേറ്റോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. ഡോക്ടർ അങ്കിൾ തന്നു പറഞ്ഞാൽ മതി. ജോൺ സാറ് നിനക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാശ് തരാറുണ്ടോ? ഉണ്ട് സാർ. ഒരാളെ കൊന്നിട്ട് മർഡർ വെപ്പന്റെ മറുപാതി തെളിവിനായി പാവപ്പെട്ട പിയൂന്റെ പോക്കറ്റിലിടുക. അത് കൈക്കൂലിയായിരുന്നതുകൊണ്ട് ഇയാൾ ഇത് ഇവിടെ വെച്ച് തുറന്നു നോക്കില്ലെന്നറിയാമായിരുന്നു നിങ്ങളുടെ ബ്രില്യന്റ് ആയ ക്രിമിനലിന്, അല്ലേ? നോ സർ, എനിക്ക് അതൊന്നും അറിയില്ല. ആ ക്യാഷ് ഇയാൾക്ക് നിങ്ങൾ കൊടുത്താണോ? അതെ, കൊടുത്തതാണ്. എന്തിന്? അല്ല സർ, ഞാൻ ബാങ്കിൽ വരുമ്പോ he helps me get my work done fast, so I give him some I wanted to change the. ഹലോ ഭായ്, ഇത് CNN ചാനലൊന്നുമല്ല, മലയാളം മതി. അതൊന്നും വേണ്ട. ഓക്കെ, സോറി. ഞാനൊരു സന്തോഷത്തിന്. നിങ്ങൾ രവിയെ സന്തോഷിപ്പിക്കാൻ കൊടുത്ത ആ നോട്ടുകൾക്കിടയിൽ നിന്നാണ് ബ്ലേഡ് കിട്ടിയത്. അതുകൊണ്ട് മർഡർ ചെയ്യാൻ ഉപയോഗിച്ച ബ്ലേഡും നിങ്ങളുടെ നോട്ടുകൾക്കിടയിൽ നിന്ന് കിട്ടിയ ബ്ലേഡും ഒരേ ബ്ലേഡിന്റെ തന്നെ 2 ഭാഗങ്ങളാണ്. ആൻഡ് ഇറ്റ് മാച്ചസ് പെർഫെക്റ്റ്. നിങ്ങളാണ് കൊല നടത്തിയെന്ന് തെളിയിക്കാൻ ഡു ഐ നീഡ് എനി അതർ ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ്? ഡോക്ടർ, യു വിൽ ഹാവ് ടു കം വിത്ത് us. അവിനാഷ്. സർ. ഡോക്ടർ. മൂന്ന് സാധ്യതകളാണുള്ളത്. നമ്പർ 1, മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്തൊരു മർഡർ രവിയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ രവി ചെയ്തൊരു മർഡർ നിങ്ങളിൽ ആരോപിക്കുന്നു. അതുമല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തൊരു മർഡർ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പരസ്പരം പഴിചാരുന്നു. Look mister, this is going a bit too far. Power fail ആവുമ്പോ ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. And that guy, the dead guy was standing there. Why don't you check your video security tapes? Fuck the video clips. Fuck it. നിങ്ങൾ നിന്ന സ്ഥലവും ബോഡി കിടന്ന സ്ഥലവും തമ്മിൽ കഷ്ടിച്ച് 6 അടി ദൂരമാണ് ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ടയാൾ നിന്ന സ്ഥലം കൃത്യമായി അറിയാവുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരു ഡോക്ടർക്ക്, വളരെ ഈസി ആയിട്ട് ഈ മർഡർ ചെയ്യാം. അതിന് ലൈറ്റ് വേണമെന്നില്ല. ഡോണ്ട് ബ്ലഫ്. What rubbish are you saying, sir? പരിചയമില്ലാത്ത അയാളെ ഞാൻ എന്തിനു കൊല്ലണം സർ? ശരി, എനിക്ക് കൊല്ലണം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെയും നടുവിൽ വെച്ച് ഞാൻ കൊല്ലുവോ സർ? Why don't you think about that? ഞാൻ എന്തുവാ മണ്ടനോ? Do I look like a bloody fool? ഇത്രയ്ക്ക് വികാരം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഈ പേഴ്സിനകത്തുനിന്നും താൻ രവിക്ക് കൊടുത്ത കാശിനകത്താണ് ബ്ലേഡ് പൊതിഞ്ഞു വെച്ചിരുന്നത്. ഈ ബ്ലേഡ് എങ്ങനെ നോട്ടിനകത്ത് വന്നു? നടന്നു കയറിയോ? പിന്നെ സ്വന്തം കുഴി തോണ്ടാൻ രവി തന്നെ അത് ഒളിപ്പിക്കുമെന്ന് ഇറ്റ്സ് ഹാർഡ് ടു ബിലീവ് ഡോക്ടർ. ആൻഡ് ഐ എം ഷുവർ ഇറ്റ്സ് യു ഡോക്ടർ. ഒരു വിശ്വസ്തന്റെ സഹായത്തോടെ യു കമ്മിറ്റഡ് ദ മർഡർ. പറയണം, എന്തിനു വേണ്ടി? What the fucking fuck is going on here? നിങ്ങൾ എന്താ ഈ മർഡർ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു? I'm sorry sir. Okay sir, നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ സമ്മതിച്ചു. ബട്ട് സർ, എന്റെ പേഴ്സിൽ നിന്നാണ് ആ ക്യാഷ് എടുത്ത് ഞാൻ കൊടുത്തത്. ഹൗ വിൽ ദ ബ്ലേഡ് കം ഇൻ ദാറ്റ് സർ? ഇയാൾ എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അത് പറയുന്നതാണ് സർ. യു മസ്റ്റ് ബിലീവ് മീ സർ. Okay ഡോക്ടർ, ഐ ബിലീവ് യു. യു ആർ റൈറ്റ്. ഇറ്റ് വാസ് എ ട്രാപ്പ്. Who laid the trap and who will bell the cat? We will find out. I am extremely sorry that I made you all wait. But I had no other go. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇവിടെ നിന്നും തിരിച്ചുപോയാൽ ഒരിക്കലും തെളിയാത്ത അസംഖ്യം കൊലപാതകങ്ങളിലൊന്നായി ഇതും മാറിയനെ. നിങ്ങൾ ഓരോരുത്തരും ദൃക്സാക്ഷികളല്ലെങ്കിലും മൂകസാക്ഷികളായ ഒരു കൊലപാതകത്തിന്റെ ചുരുളുകൾ ഇവിടെ അഴിയാൻ പോവുകയാണ്. നിങ്ങളും ഞാനും പങ്കാളികളായ ഈ മർഡർ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് നിങ്ങളോട് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇന്ന് 1:30 ഫ്ലൈറ്റിൽ ഓസ്ട്രേലിയക്ക് പറക്കേണ്ടിയിരുന്ന അജയ് വാസുദേവനെ പിന്നീട് തന്റെ വരുതിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ. ഈ ബാങ്കിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു മർഡർ
അതിന്റെ ബാക്കി പത്രമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. സോ ഹൂ ഇസ് ദ കില്ലർ? അതിസമർത്ഥനായ കൊലയാളി. നിങ്ങളുടെയൊക്കെ മുഖങ്ങൾക്കിടയിൽ ഞാൻ ആ മുഖം പരതി. ഇറ്റ് വാസ് എ ഫാസിനേറ്റിംഗ് ഗെയിം. ആരാവും ആ കൊലയാളി? അവനോ അതോ അവളോ? തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തന്റെ കൂടെ മകൾ ഒളിച്ചോടുകയാണെന്നുള്ള ഒരച്ഛന്റെ തിരിച്ചറിവ്. മകളുടെ കാമുകനെ ഇല്ലാതാക്കാൻ നിങ്ങൾ കാണിച്ച അതിസാഹസത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആള് മാറിയതാണ് അല്ലേ മിസ്റ്റർ ഫെർണാണ്ടസ്? ബ്ലൂടൂത്തും ഇന്റർനെറ്റും വഴി ലോകമെമ്പാടും നിന്റെ ആ കോംപ്രമൈസിംഗ് പൊസിഷനിലുള്ള ഫോട്ടോ കാണുമെന്ന് തോന്നി നിനക്കും അവനോടൊരു വൈരാഗ്യമുണ്ടാവാം. കൂട്ടിന് ഫ്രണ്ട്സും കൂടി ആവുമ്പോ ആർക്കും കുറച്ച് ധൈര്യമേറും. താൻ വളരെ സേഫ് ആണ് എന്ന അഹങ്കാരത്തോടെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ സമയം മുഴുവൻ വളരെ സൈലന്റായി നിന്ന ഒരാൾ. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി നിങ്ങൾക്കിടയിൽ തന്നെ അയാളുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഇനി അയാൾ പറയും. വിഷ്ണു രാമേന്ദ്രൻ, സൺ ഓഫ് രാമേന്ദ്രൻ നായർ, വൈഷ്ണവ് വില്ല, ചേലക്കര PO. And your number is 9846033344. Am I right? കൂട്ടുകാരന്റെ കാമുകയെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ ബാങ്കിലെത്തിയവനാണ് നീ. പിന്നീട് ഈ കൊലപാതകത്തിന് കൂട്ടുനിൽക്കേണ്ടി വന്നു. വിഷ്ണു, ഐ നോ നീ ഒരു സഹായി മാത്രമാണ്. കില്ലർക്ക് വേണ്ടി കറണ്ട് ഓഫാക്കിയവൻ. എനിക്ക് കൂടുതലൊന്നും നിന്നോട് ചോദിക്കാനില്ല. ആർക്ക് വേണ്ടിയാണ് നീ കറണ്ട് ഓഫാക്കിയത്? ഇല്ല സർ, എനിക്കൊന്നും അറിയില്ല. ഇവനോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് കാര്യമല്ല എടുക്കുക. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കും. വേണ്ട, ഇവനെ തല്ലിയിട്ട് കാര്യമില്ല. ഉറ്റ സുഹൃത്തിനെ ഒറ്റാൻ ഇവന് കഴിയില്ല. അത്രയ്ക്ക് ആത്മബന്ധമുണ്ട് ഇവനും കൊലയാളിയായ ആ സുഹൃത്തും തമ്മിൽ. അല്ലേ ഇടിക്കുള? എന്താ ഇടിക്കുള? ശരിയല്ലേ? അത്രയ്ക്ക് ആത്മബന്ധമല്ലേ നിങ്ങൾ തമ്മിൽ? സർ, എന്തൊക്കെയാ പറയുന്നത്? എനിക്കയാളെ വേണ്ട. ഞാനല്ല, എനിക്കൊന്നും അറിയില്ല എന്ന പതിവ് വാചകങ്ങളൊന്നും ഇവിടെ വില പോവില്ല. കാരണം എല്ലാ തെളിവുകളും തനിക്കെതിരാണ്. ഒരു പാതി കഷ്ണം ബ്ലേഡിലും ഒരു ടിഷ്യൂ പേപ്പറിലും തുടങ്ങിയതാണ് ഈ കേസിന്റെ ദുരൂഹത. ഒരു പ്രൊഫഷണൽ കില്ലർ, ഒരു ഡോക്ടർ, ഒരു അഡ്വക്കേറ്റ്, ഒരു വെൽ ട്രെയിൻഡ് പോലീസ് ഓഫീസർ, ഇതൊന്നുമല്ലെങ്കിൽ സാധാരണയിലും മുകളിൽ IQ ഉള്ള ഒരാൾ. ഇവരിൽ ആർക്കെങ്കിലും അല്ലാതെ ആ ബ്ലേഡ് അവിടെ ഇടാനും ഫിംഗർ പ്രിന്റ്സ് ഒഴിവാക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാനുമുള്ള ഇന്നേറ്റ് ബ്രില്യൻസ് ഉണ്ടാവില്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാവരും തന്നെ ഇന്നിവിടെ ഈ ബാങ്കിലുണ്ടായിരുന്നു. ഒരു കുറ്റാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യദോഷമാണത്. ആരെ വേണമെങ്കിലും സംശയിക്കാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, 6 അടി 1 ഇഞ്ച് പൊക്കമുള്ള അജയ് വാസുദേവനെ കൊല്ലണമെങ്കിൽ, ഇന്റേണൽ കാരറ്റിഡ് ആർട്ടറി കട്ട് ചെയ്യണമെങ്കിൽ അത് അത്ര തന്നെയോ അതിൽ കൂടുതലോ പൊക്കമുള്ള ഒരാൾക്കും ഫിസിക്കലി ഫിറ്റുമായിട്ടുള്ള ആൾക്കുമേ സാധിക്കൂ മിസ്റ്റർ ഇടിക്കുള. മുറിവേറ്റ് വീണ അജയ് വാസുദേവനെ കണ്ട് ബാങ്കിൽ എല്ലാവരും പകച്ചു നിന്ന നിമിഷം പുറത്തുനിന്നും മെയിൻ ഹാളിലേക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ കയറി വന്ന നിന്നെ ഞാൻ കണ്ടതാണ്. ജനറേറ്റർ റൂമിൽ കയറി പവർ ആരോ മനഃപൂർവ്വം ഓഫാക്കിയതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം കൊലയാളിയുടെ പ്രധാന സഹായിയായി നിന്നെ ഞാൻ സംശയിച്ചു തുടങ്ങി.
പക്ഷെ ഇവനെ ഞാൻ സംശയിക്കുന്നുവെന്നറിഞ്ഞാൽ യഥാർത്ഥ പ്രതി എന്നിൽ നിന്നും അകന്നു പോകും. സോ ഐ മെയിൻറ്റെയിൻഡ് മൈ സൈലൻസ് ഓൺ ഹിം. ആ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയ അരമുറി ബ്ലേഡ് കൊണ്ട് ഒരിക്കലും ഈ കൊലപാതകം നടത്താൻ സാധിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയും ഡീപ്പായ ഒരു ഇൻസിഷൻ മുറിവുണ്ടാക്കാൻ ഒരു ബ്ലേഡ് കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. എന്റെ ഊഹം അത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനെത്തിയ ഡോക്ടർ അലക്സും ശരിവെക്കുകയായിരുന്നു. ശ്രാവൺ, എന്റെ 24 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാ, ഇത്രയും ഡീപ്പായ ഒരു ഇൻസിഷൻ ഈ ബ്ലേഡ് കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല. ആ ഇൻസിഷൻ അത്രയും ഡീപ്പ് ആവണമെങ്കിൽ ദ വെപ്പൺ ഷുഡ് ബി സംതിങ് ലൈക്ക് എ സാക്കുര ദാറ്റ് റാങ് എ ബെൽ. എല്ലാ ഹൈ റിസ്ക് കോമ്പാറ്റ് ഓപ്പറേഷൻസിലും ഒരു ഭാഗ്യചിഹ്നം എന്ന പോലെ നീ നിന്റെ കഴുത്തിലിടാറുള്ള ഈ സിക്കിൾ ലോക്കറ്റ്. ആൻഡ് ദിസ് ലക്കി ചാം ഇസ് ദ റിയൽ മർഡർ വെപ്പൺ. പറ അവിനാഷ്, നീ എന്തിനു ചെയ്തു? What are you saying, sir? Why should I? എന്റെയും ചോദ്യം അത് തന്നെയാണ്. Why should you? And how did you? ഇൻവെസ്റ്റിഗേഷന്റെ തുടക്കത്തിൽ തന്നെ നിന്നിലേക്കുള്ളൊരു സൂചന എനിക്ക് കിട്ടിയതാണ്. നീ തന്നെ അതെന്റെ കൈവെള്ളയിലേക്ക് വെച്ചു തന്നു. അജയ് വാസുദേവന്റെ മൊബൈൽ. നിന്റെ ഫാമിലി ആൽബങ്ങളിൽ ഞാൻ എത്രയോ തവണ കണ്ടിട്ടുള്ള നിന്റെ അനുജത്തിയുടെ മുഖം. ആ മുഖം എ ക്ലൂ ടു ബിഗിൻ വിത്ത്. ഇൻവെസ്റ്റിഗേഷനൊപ്പമുള്ള ഇൻവെസ്റ്റിഗേറ്റർക്ക് മർഡറുമായി എന്തോ ബന്ധം. ദാറ്റ് മേഡ് മീ കോഷ്യസ്. നിന്റെ അനുജത്തിയുടെ ഫോട്ടോയും അജയ് വാസുദേവന്റെ ഇമ്മോറൽ സൈഡും കൂടി ചേർത്ത് വെച്ച് വായിച്ചപ്പോൾ ഒരു സാധ്യത തെളിഞ്ഞു. അവരുടെ രണ്ടുപേരുടെയും പാസ്റ്റിനെ കുറിച്ച് അന്വേഷിപ്പിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങൾ ദാറ്റ് ലെഡ് ദ വേ. കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി. കുറ്റവാളിയായിരുന്നു ഇനിയും കണ്ടെത്തിയിട്ടില്ല. അവൾ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അപർണ ശേഖർ, നിന്റെ അനിയത്തി. അജയ് വാസുദേവന്റെ അച്ഛനിൽ നിന്നാണ് പിന്നീടുള്ള വൈറ്റൽ ഇൻഫർമേഷൻ കിട്ടിയത്. അപർണ കോളേജിൽ പഠിച്ചിരുന്ന അതേ സമയത്ത് അജയ് വാസ് ഇൻ കോയമ്പത്തൂർ റണ്ണിംഗ് എ സോഫ്റ്റ്വെയർ ഫേം. അപർണ റേപ്പ് ചെയ്യപ്പെട്ട നാളുകളും അജയ് ബിസിനസ് മതിയാക്കി കോയമ്പത്തൂർ വിട്ട കാലവും ഇറ്റാലിയിൽ. അവിടെയും കൊലയാളി നീയാണെന്ന് ഉറപ്പിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ നിന്റെ മുന്നിലേക്ക് ഇരകളെ ഇട്ട് തന്നുകൊണ്ടേയിരുന്നു. പ്യൂൺ രവി, ഡോക്ടർ, പിന്നെതാ ഇപ്പൊ ഇടിക്കുളി. പ്യൂണിനെയും ഡോക്ടറെയും കുറ്റവാളിയാക്കാനുള്ള നിന്റെ വ്യഗ്രത അതെന്റെ സംശയത്തെ കുറച്ചുകൂടി ഉറപ്പിക്കുകയായിരുന്നു. കൊലയാളി നീയാണെങ്കിൽ അതിന് നിനക്കൊരു സഹായം ഉണ്ടെങ്കിൽ അത് ഇവൻ തന്നെ എന്നെനിക്ക് ഉറപ്പിക്കണമായിരുന്നു. അതിനെനിക്ക് ഇവനും നീയുമായിട്ടുള്ള കണക്ടിംഗ് ലിങ്ക് എന്താണെന്ന് അറിയണമായിരുന്നു. നിങ്ങൾ ഇതിനുള്ളിൽ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മർഡർ നടക്കില്ല. ഇറ്റ് വാസ് എ ബ്ലൈൻഡ് ചാൻസ്, ബട്ട് ഐ ടുക്ക് ഇറ്റ്. നിന്റെ മൊബൈൽ എനിക്ക് വേണമായിരുന്നു. സോ ഐ കോൾഡ് ദ DGP. അവിനാഷിന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് എന്നെ ഒന്ന് കിട്ടണമെന്ന് പറയണം. എന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നോ എൻഗേജ്ഡ് ആണെന്നോ എന്തെങ്കിലും പറഞ്ഞാൽ. സോ ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. സർ, DGP. താങ്ക് യു വെരി മച്ച് സർ. എനിക്ക് അവിനാഷിന്റെ ഈ മൊബൈൽ ഒന്ന് വേണമായിരുന്നു. ഇതിലത്തെ ലാസ്റ്റ് ഡയൽ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യാം. പത്ത് 25-നും 10:55-നും ഇടയ്ക്ക് നിന്റെ മൊബൈലിൽ നിന്നും ആകെ പോയ 3 കോളുകൾ ഒരു മൊബൈലിലേക്കായിരുന്നു. And I asked Revati to trace that number. Hey, can you please note down this number? I'm the Commissioner of Police speaking. I need you to trace the details of this phone number, alright? Yeah. It's 98460-33344. The number belonged to you, Vishnu. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അവിനാഷ്. നിന്റെ പെങ്ങളുടെ മരണത്തിന് ഉത്തരവാദി അജയ് വാസുദേവനാണെന്ന് നീ തിരിച്ചറിയുന്നത് ഈ ബാങ്കിനുള്ളിൽ വെച്ചാണ്. ഇവിടെ വെച്ച് നീ കണ്ടുമുട്ടിയ ആൾ അജയ് വാസുദേവനാണെന്ന്, അവൻ നിന്റെ പെങ്ങളുടെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? ഒരു കമാൻഡോ ഓപ്പറേഷന് വേണ്ടി ഈ ബാങ്കിനുള്ളിൽ എത്തുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല നാളുകളായി തേടി നടന്ന് മുഖം പോലും അറിയാത്ത എന്റെ ആ ശത്രുവിനെ ഞാൻ കണ്ടുമുട്ടുമെന്ന്. അജയ് വാസുദേവനല്ലേ പറയണേ? ഞാൻ വിളിക്കടാ.
ഓക്കെ ബൈ. സൈൻ ഇട്ടോളൂ. ഓക്കെ. ആ ഏട്ടൻ കണ്ടോ? ടൂറിന് പോയപ്പോ എടുത്ത ഫോട്ടോസാ. എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു നീ കാരണം. ഇനി ഒരിക്കലും എന്റെ ഏട്ടന്റെ അനിയത്തിയാകാൻ എനിക്ക് പറ്റില്ല. നിന്നെ വിശ്വസിച്ചു പോയെന്ന തെറ്റിന്റെ ശാപമേറെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഇങ്ങനെയൊരു ചതിയിൽ നീ എന്നെ പെടുത്തിയിട്ടും ഇപ്പോഴും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അജയ്, ഞാൻ പോവുകയാണ് എന്നേക്കുമായി. ആ പേരും സൈനും കണ്ട് അവനാണ് എന്റെ ശത്രു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് എന്റെ ഉറ്റ സുഹൃത്തായ വിഷ്ണുവിനെ ഞാൻ കണ്ടത്. ഒരു പക്ഷേ അപർണ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവളുടെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നവൻ. അമേസിംഗ് കോയിൻസിഡൻസ് ഇറ്റ് ഈസ്. നീയും വിഷ്ണുവും അജയ് വാസുദേവനും ഒരേ സ്ഥലത്ത് ഇന്ന് എത്തിച്ചേരണമെന്നുള്ളത് ദൈവനിശ്ചയമാവാം. ഇറ്റ്സ് ഇസ് ബാഡ് ലക്ക്. ഒറ്റയ്ക്ക് ഇത് ചെയ്യാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞ് നീ വിഷ്ണുവിനെ കൂട്ടുവിളിക്കുന്നു. സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയാവുമ്പോൾ വിഷ്ണുവിനും സമ്മതം. എന്നിട്ട് തൽക്കാലം എനിക്ക് രക്ഷപ്പെടാനായി ഒരു പ്രതിയെ കെട്ടണമായിരുന്നു. അതിനായുള്ള തെരച്ചിലിനിടയിൽ വളരെ യാദൃച്ഛികമായിട്ടാണ് ആ ഡോക്ടർ എന്റെ മുമ്പിൽ ഒന്ന് പെട്ടത്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം ഞാൻ വിഷ്ണുവിനെ വിളിച്ചു. അളിയ ഒരു മിനിറ്റ്, ദാ പറഞ്ഞേ. ഹലോ, അത് അവൻ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? അത് അവൻ തന്നെയാ. ഇന്ന് 1:30 ഫ്ലൈറ്റിൽ അവൻ ഓസ്ട്രേലിയക്ക് പോകും. അവൻ പോവരുത്. ഹാളിന്റെ പുറത്തുള്ള ജനറേറ്റർ റൂമിൽ അവിടുത്തെ മെയിൻ സ്വിച്ചും എല്ലാ ബാക്കപ്പും നീ കട്ട് ചെയ്യണം. I don't want him to leave this bank alive. എന്നാ പിന്നെ ഞാൻ തന്നെ വാങ്ങിച്ചു തന്നേക്കാം. എന്നോട് ഭയങ്കര അസൂയ. അയ്യോ സന്തോഷം, കറണ്ട് പോയപ്പോൾ ദിവസം കട്ടായിരുന്നു. ഏത് ഫോറിൻ ബാങ്ക് ആണെങ്കിലും കേരളത്തിലെത്തിയ പവർ കട്ട് ഉറപ്പാണ്.
ആരെയും പുറത്തേക്ക് വിടാതെ ബാങ്കിംഗ് അവേഴ്സിന്റെ ഉള്ളിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കണമെന്ന് സാറിന്റെ തീരുമാനം. അതാണ് എന്റെ കണക്കൂട്ടൽ തെറ്റിച്ചത്. കണക്കുകൾ നിനക്ക് പിന്നെയും പലവരു തെറ്റി. ഒരു കസ്റ്റമറുടെ പേഴ്സണുള്ളിലേക്ക് ഡെഡ് ബോഡിയുടെ അരികിലിട്ട ബ്ലേഡിന്റെ മറുപാതി തിരികെ വെച്ചാൽ പിന്നീടുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ അത് കണ്ടെത്തുമെന്നും അന്വേഷണം പല വഴിക്ക് തിരിയുമെന്നും നീ വ്യാമോഹിച്ചു. അതിനായി നീ കണ്ടെത്തിയ ഡോക്ടറുടെ മുഖമാണെങ്കിൽ സംശയം ജനിപ്പിക്കാൻ അനുയോജ്യം. ഗുഡ് ചോയ്സ്. പക്ഷെ നീ പോലും അറിയാതെ ഡോക്ടറുടെ പേഴ്സിൽ നിന്നും അത് പിയൂൺ രവിയിലേക്ക് എത്തി. അവിടെ നീ കൺഫ്യൂസ്ഡ് ആയി. നിന്റെ ആ കൺഫ്യൂഷനിൽ നിന്നും ഐ സ്റ്റാർട്ടഡ് മൈ ഗെയിം. അവിനാഷ്, ഒരുപക്ഷെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുന്നിരിക്കും. പക്ഷെ ന്യായീകരണത്തിന്റെ എന്ത് മുഖപടമണിഞ്ഞാലും എ ക്രൈം ഇസ് എ ക്രൈം ആൻഡ് യു വിൽ ഹാവ് ടു പേ ഫോർ ഇറ്റ്. വിഷയം അറിയുന്നതിൽ പ്ലീസ്. ഞാൻ തന്ന വാക്ക് ഞാൻ പാലിച്ചു. പക്ഷെ അതുകൊണ്ട് അങ്ങയുടെ നഷ്ടം നികത്താൻ പറ്റില്ലല്ലോ. ലെറ്റ്സ് പ്രേ ഫോർ ഹിം.